Character is Kakashi Hatake from Jujutsu Kaisen. And the nominees are Suguru Getto, Kakashi Hatake, Power from Chainsaw Man. It's a good contender. കൊണിച്ചിവ സുഹൃത്തുക്കളെ, സാംസ്കാരിക വ്യൂസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്ന് നമുക്കൊരു വെറൈറ്റി പാനലുണ്ട്. സോ ഫസ്റ്റ് വിൽ സ്റ്റാർട്ട് വിത്ത് ഇൻട്രൊഡ്യൂസിങ് അവർ സെൽഫ്സ്. ജുബേർ ഖാൻ, കരുൺ, ആദിൽ, ഐ എം സോലിഹ്. സോ അപ്പോൾ ഓക്കെ, അപ്പോൾ ക്ലാസ് കൂടിയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ അജണ്ട എന്ന് പറയാൻ ക്രഞ്ചി റോൾസ് അവാർഡ്, ആനിമെ അവാർഡ് പ്രഖ്യാപിച്ചു. അപ്പം അത് ആപ്റ്റാണോ എന്നുള്ളത് നമ്മുടെ ഒരു എന്തുവാ അവലോകനം, അതെ, നമ്മുടെ ഒരു വ്യൂ പോയിന്റിൽ പോകുന്നു. ദാറ്റ് ഈസ് ദ മെയിൻ പോയിന്റ്. ഓക്കെ, അപ്പം ജുബേർജി ചലോ. ഫസ്റ്റ് അവാർഡ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ ആനിമെ ഓഫ് ദ ഇയറിന് ജുജുത്സു കൈസൻ സീസൺ 2 കൊടുത്തിരിക്കുന്നത്. ഡു യു തിങ്ക് ഇറ്റ് ഈസ് ഡിസേർവിംഗ്? സീസൺ 2 അതിന്റെ നോമിനീസ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബൊച്ചി ദ റോക്ക്, പേഴ്സണലി ഞാൻ കണ്ടിട്ടില്ല. ചെയിൻസോ മാൻ ഉണ്ട്, ഡീമൺ സ്ലെയറിന്റെ കിമിത്സു, ഇത് സോർഡ് സ്മിത്ത് വില്ലേജ് ആർക്കുണ്ട്, പിന്നെ ജുജുത്സു കൈസൻ സീസൺ 2, ഒഷിനോക്കോ ഉണ്ട്, വില്ലൻ സാഗ സീസൺ 2 ഉണ്ട്. വില്ലൻ സാഗ എന്നുള്ള ഒരു നല്ല സൈനൻ ആനിമെ ഉള്ളപ്പോ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം വിൻലാൻഡ് സാഗ സീസൺ 2 ലൈക്ക് എന്താ പറയാ, സ്ലോ പേസ് സാധനമാണ്. ലൈക്ക് അത് പക്ഷേ ഇൻഫ്ലുവൻസ് വിൻലാൻഡ് സാഗയ്ക്കില്ല. കുറെ പേര് ഐ ഹാവ് നോ എനിമീസ് എന്ന് പറഞ്ഞ മീംസ് ഉണ്ടാക്കി. ഓക്കെ, പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നനാമിയുടെ മറ്റേ ഏതായിരുന്നു യു ആർ മൈ സ്പെഷ്യൽ ചെയ്തത്? ഏതൊരു എയർ മറ്റേ മണ്ടേ കൂടെ വോൾക്കാനോ പറഞ്ഞാലോ, അവന്റെ പേരെന്തോ, ജോഗോയുടെ കോസ്റ്റ്യൂമിൽ കുറെ എനിക്ക് അമ്മ ആദ്യം ഇറക്കിയ എല്ലാ റീൽസും മറ്റേ 1 മില്യൺ കൂടെ ലൈക്കും ഇതൊക്കെ അടിച്ച് ലൈക്ക് ഓൺ ദ ഓവർ ദ ജോപ്പ് ആയിരുന്നു. സോ ബെസ്റ്റ് ആനിമെ എന്ന് പറഞ്ഞ എടുക്കുമ്പോ ഒരു ബെസ്റ്റ് പിക്ചർ എന്ന് പറയുമ്പം അതും പോപ്പുലാരിറ്റി മാത്രം. ഇപ്പൊ പോപ്പുലർ ആനിമെ ഓഫ് ദ ഇയർ എന്നുള്ള അവാർഡ് ആയിരുന്നെങ്കിൽ ഓക്കെ ആണ്, ഇത് ഡിസേർവിംഗ് ആണ്. പക്ഷേ ഇതിന്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറയുന്ന ആനിമെ ഓഫ് ദ ഇയർ, ദ ബെസ്റ്റ് ആനിമെ ഓഫ് ദ ഇയർ, അതായത് അതിനകത്ത് സ്റ്റോറി നോക്കണം, ആനിമേഷൻ നോക്കണം, ഓവറാൾ ഒരു ഓൾറൗണ്ടർ ആയിട്ടുള്ള ആനിമയ്ക്ക് ഓൾറൗണ്ടർ ആയിട്ട് എങ്ങനെ വർക്കായി എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ ആനിമെ ഓഫ് ദ ഇയർ എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ ആൾക്ക് സാധാരണഗതിയിൽ നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പം ജുജുത്സു കൈസൻ ഇപ്പം പോപ്പുലാരിറ്റി ഒഴിച്ചു നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ജുജുത്സു കൈസൻ ഈസ് സംതിങ് എന്തിനാ എടുത്ത് നമുക്കൊന്ന് അങ്ങനെ നിൽക്കുന്ന ഒരു സാധനമാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നു. എന്താ പറയാ, കോമഡി, ആക്ഷൻ കൊറിയോഗ്രഫി, ഡയറക്ഷൻ, ഇതെല്ലാം ഏകദേശം വരുന്നുണ്ടല്ലേ. ചില എപ്പിസോഡ്സ് മറ്റേ കോമഡിക്കൊന്നും സമയം കിട്ടിയില്ല. ഓസ്കാർ ഇപ്രാവശ്യം കിട്ടിയത് ബെസ്റ്റ് മൂവി ഹറോൾഡ് ആനിമേഷൻ അല്ല, ഓപ്പൺഹൈമർ അല്ല, അത് ലൈക്ക് ആ സ്റ്റോറിയാണ്. സ്റ്റോറിയാണ് എടുത്ത രീതി. എടാ എല്ലാം നോക്കും. ബെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ദ ഓൾറൗണ്ട് പെർഫോമൻസിൽ എങ്ങനെ അതിനകത്ത് ആനിമേഷനോ അല്ലെങ്കിൽ എല്ലാം നോക്കും. ടെക്നിക്കൽ റെലവൻസ് ഉണ്ട്, സ്റ്റോറി, കോമഡി. ഓപ്പൺഹൈമറിൽ ഓസ്കാർ എടുക്കാനുള്ള മെയിൻ സംഭവം ഒറിജിനൽ ന്യൂക്കിട്ട് പൊട്ടിച്ചു. പൊട്ടിച്ചെന്നും നോക്കിട്ട് പൊട്ടിച്ചെന്നും പറഞ്ഞിട്ട് അല്ല, ഞാൻ ഒരു സൈഡില് ജനസൈഡ് ചെയ്തപ്പോ ഓസ്കാർ കിട്ടി, മറ്റേ സൈഡ് ആൾക്കാരെ കൊല്ലരുത്, നമ്മൾ നല്ല നേരം പറയാണ്. അതല്ല, ഇതിന് വേണ്ടിട്ട് ചെയ്തപ്പം അത്രയും ടെക്നിക്കലായിട്ട്
ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് ഡിസേർവിംഗ് ആയിരുന്നു ഓപ്പൺഹൈമർ. ഡയറക്ഷൻ, സ്ക്രീൻ പ്ലേ, മറ്റേ ഒരു സീൻ ഉണ്ടല്ലോ, മറ്റേ കിലിയൻ മർഫി ഇങ്ങനെ സംസാരിച്ചോണ്ട് ഈ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ വൈബ്രേറ്റ് ആവുന്ന സീനില്ലേ, അതൊക്കെ ചെയ്തത് സൂപ്പർ ആയിട്ടെന്ന് പറയും. നോളന്റെ സിനിമ നമ്മൾ ഇവിടുന്ന് സത്യം പറഞ്ഞാൽ അനാലിസിസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമല്ല ഓപ്പൺഹൈമർ. കൊള്ളാം കൊള്ളത്തില്ല അങ്ങനെ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. സോ നമ്മളത് കമ്പയർ ചെയ്യുന്നത് അവാർഡ് JJK കിട്ടിയത് പെർഫെക്റ്റ് ആണോ എന്നുള്ളത് വെച്ചിട്ടാണ്. നോമിനീസിൽ അതുമായിട്ട് പിടിച്ചിരിക്കാൻ പറ്റുന്ന വേറെ അനിമയുണ്ട്. ബോച്ചി ദ റോക്ക് ഞാൻ കണ്ടിട്ടില്ല. സ്ലൈസ് ഓഫ് ലൈഫ് അതാണെന്നാണ് കേട്ടുള്ളത്. ഡീമൺ സ്ലെയർ ആണെങ്കിലും നല്ല ഇതില് കൊണ്ടുപോയി കമ്പയറിംഗ് എനിക്ക് ആനിമേഷൻ കുറച്ചുകൂടി അപ്പീലിംഗ് ആയിട്ട് തോന്നിയത് ചെയിൻസോ മാന്റെ. ആനിമേ ഫുൾ ആയിരുന്നല്ലോ, നല്ല രീതിയിലുണ്ട്. ആനിമേ ഫുൾ ആയിരുന്നു. ലൈക്ക് അങ്ങനെ ചിന്തിക്കാം. JJKയിലെ എപ്പിസോഡ്സ് കുറെ മറ്റേ വരെയും കുറേയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ച് നോക്കുമ്പോ ആനിമേഷൻ ഫുൾഫിൽ ആവാത്ത സമയം കിട്ടിയില്ല, ഡിറക്ഷന് അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഇത് എങ്ങനെ ആനിമേഷൻ അവാർഡ് കിട്ടി? വിൻലാൻഡ് സാഗ സ്ലോ വില്ലന്റ് ആണ് എനിക്കും തോന്നിയിട്ടുള്ള ഒരു കണ്ടന്റർ. ഇതിന് കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരു കോണ്ടന്റർ എന്ന് പറയാൻ പറ്റുന്നത്. ഇത് പിന്നെ ഒഷിനോക്കോ ഉണ്ട് കേട്ടോ. ഒഷിനോക്കോ അത്ര മോശമാണ്, നല്ലൊരു ആനിമേ ഒഷിനോക്കോ എന്ന് പറയുന്നത്. കാരണം അത് കുറച്ച് റിയൽ ലൈഫിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പൊ ഒരു സെലിബ്രിറ്റി ലൈഫ് കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് വരുന്ന കുറച്ച് അപാകതകളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ആനിമേ ഓഫ് ദ ഇയർ കൊടുക്കാൻ വേണ്ടി പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷേ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ആനിമേ ആണ്. പൊട്ടൻഷ്യൽ ഉണ്ട്, കുറവാണ് കമ്പയറിംഗ് ടു ചില ആനിമേസ് വെച്ച് നോക്കും. JJK പൊട്ടൻഷ്യൽ കുറവാണ്. ഇൻഫ്ലുവൻസ് ഇപ്പൊ പോപ്പുലാരിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ വൺ പീസ് വേറെ ഏതൊരു ആനിമയ്ക്കും അടുത്ത് പോലും പിടിച്ചിരിക്കാൻ പറ്റുന്നില്ലായിരുന്നു സത്യം പറഞ്ഞാൽ JJK അടുത്ത്. കഴിഞ്ഞ ഹാലോവീന്റെ ടൈമിലാണെങ്കിൽ ഷിബുയ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേഷനിൽ ആൾക്കാർ വന്ന വേഷങ്ങൾ കാണണം. എല്ലാം ഈ പറഞ്ഞ ഗോജോടത്, ജോഗോടതും ഗത്തോടതും ഒക്കെ ഡ്രസ്സിങ്ങിലാണ് ആൾക്കാർ മൊത്തം. എന്ന് വെച്ചാൽ അത് എന്തുമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കണമെന്ന്. സോ പോപ്പുലാരിറ്റി ആണ് കൂടുതലായിട്ട് വോട്ടിടാം, നമ്മളെ വോട്ടിടാം. നീ ഏതിന് കൊടുക്കുന്നു? ഞാൻ പറയും ഒഷിനോക്കോ ഇസ് എ ഗുഡ് കോണ്ടന്റർ. കാരണം ഒഷിനോക്കോ വോട്ട് വന്ന് ഞാൻ ലാസ്റ്റ് പറയാം. നിന്റേത് വില്ലൻ സാഗ സീസൺ 2. ഞാൻ മാത്രമേ JJK പറഞ്ഞോളൂ. ഓക്കെ, അപ്പം കുഴപ്പമില്ല. നിങ്ങളും കൂടി കമന്റ് ചെയ്യുക ഏതാണ്. ഓക്കെ, അപ്പം ഷിനിഗാമി സ്റ്റുഡിയോസ് അവാർഡ് ഗോസ് ടു വിൻലാൻഡ് സാഗ സീസൺ 2 ആണ് കൂടുതൽ. ഞാൻ ഫുള്ള് കണ്ടിട്ടില്ല, പക്ഷെ എന്റെ ഒരു ഫ്രണ്ട് കണ്ടിട്ട് പറഞ്ഞു കൊള്ളാം, നല്ല സാധനമാണ്, നല്ലൊരു ആനിമയാണ് അത്. കുറച്ചും കൂടി ഒരു സ്ലൈസ് ഓഫ് ലൈഫ് ഉണ്ട്, കുറച്ച് അങ്ങനെ ഒരു സംഭവമാണ് അത്. കണ്ടു നോക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബെസ്റ്റ് കണ്ടിന്യൂയിങ് സീരീസ്. അറ്റാക്ക് ഓൺ ടൈറ്റൻ. ആദ്യം അവന്മാര് ഒരു വർഷം എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒന്നെങ്കിലും വെച്ചൊരു എപ്പിസോഡ് ഇറക്കണം. എന്നിട്ട് വേണം ഈ കണ്ടിന്യൂയിങ് ആനിമേഷൻ. എഴച്ചഴച്ച് കൊണ്ടുപോയിട്ട് അതിനെ കണ്ടിന്യൂയിങ് എന്ന് പറയാൻ പാടില്ല. ആവശ്യമില്ലാതെ കൊളാക്കി വെച്ചു. അടുത്ത ഡീമൺ സ്ലെയർ സ്റ്റാർട്ട് ചെയ്തതല്ലേ ഉള്ളൂ. പിന്നെ വെൻ മാങ്ക വായിച്ചവർക്ക് അറിയാം, ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് മച്ച്, ആവറേജ് കൊള്ളൂല. അടുത്തത് ജുജുത്സു കൈസൻ ആകെ 2 സീസൺ ആയിട്ടുള്ളൂ. സോ സ്റ്റിൽ നീഡ് ടൈം ഫോർ ദാറ്റ് അവാർഡ്. അടുത്തത് വൺ പീസ്, സ്പൈ എക്സ് ഫാമിലി. ഇവിടെ ഇട്ടത് എനിക്ക് ഭയങ്കര എന്താ പറയാ, പേഴ്സണലി എനിക്ക് ഭയങ്കര ഹേർട്ട്ഫുൾ ആയിട്ട് തോന്നുന്നു. ഒരു കണ്ടിന്യൂയിങ് സീരീസ് എന്ന് പറഞ്ഞിട്ട് ലൈക്ക് ഇത്ര ഒരു കണ്ടന്റ് ലിസ്റ്റ് നോക്ക്. ഇത് ഒരുമാതിരി മറ്റേ സെക്സിയസ്റ്റ് മാൻ ഓഫ് ദി ഇയറിൽ കൊണ്ടുപോയി മറ്റേ ഇതുണ്ടല്ലോ ജസ്റ്റിസ് ഉള്ളോ, അവനെ പിടിച്ചിട്ട് എങ്ങനെ അങ്ങനെ ആണോ അല്ലേ പറയോ. അതറിഞ്ഞൂടെ മറ്റൊരു ഇന്ത്യക്കാരനുണ്ട് കൊടവേറം വെച്ചോണ്ട് പറഞ്ഞു, അവനെ പിടിച്ച് മറ്റേ സെക്സിയസ്റ്റ് മാൻ ഓഫ് ദി ഇയറിൽ ഇട്ട ഒഫൻഡഡ് ആവോ ഇല്ലയോ? ഞാൻ മറ്റേ ആൾക്കാരെ ബ്യൂട്ടി ലൈക് സെപ്പറേറ്റ് സംഭവമാണ്. പക്ഷെ അങ്ങനെ നോക്കിയാലും ഓക്കെ ഇല്ല പുള്ളിക്ക് എന്തോ ഉണ്ട്. പറഞ്ഞു നിന്റെ ഞാൻ പറഞ്ഞ ഈ പറഞ്ഞോട് ഞാൻ യോജിക്കുന്നു.
സ്പൈസ് ഫാമിലി എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആനിമയാണ്. കാരണം കണ്ടിന്യൂ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആനിമയാണ്. ഈ ഒരു നോമിനേഷനിൽ വരാൻ പറ്റുന്ന ഒരു ആനിമ തന്നെയാണ് സ്പൈസ് ഫാമിലി എന്ന് പറയുന്നത്. പക്ഷേ വൺ പീസിനെയൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇതിനൊന്നും കൊടുക്കാൻ പറ്റില്ല. വൺ പീസ് 2002 മുതൽ കണ്ടിന്യൂസ് ആണ് വേണമെങ്കിൽ വൺ പീസിന് ഇത് കൊടുത്തോണ്ടിരിക്കുക. പക്ഷെ കണ്ടിന്യൂയിങ് സീരീസ്. സോ അതുകൊണ്ട് നമുക്ക് വേറെ സംസാരം ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് മറ്റേ ടോപ്പ് സെല്ലിംഗ് മാങ്ക എന്ന് പറയുന്നത് വൺ പീസ് ആണ്. സോ there is no talk about that. അടുത്തത് വിൻലാൻഡ് സാഗയാണ്. വിൻലാൻഡ് സാഗ we already talked about that. അടുത്ത ബെസ്റ്റ് ന്യൂ സീരീസ് അതിന് കിട്ടിയിരിക്കുന്നത് ചെയിൻസോ മാൻ ആണ്. അതിന് നോമിനീസ് വരുന്നത് ബൊച്ചി ദ റോക്ക്, ചെയിൻസോ മാൻ, ഹെവൻലി ഡെല്യൂഷൻ, ഹെൽസ് പാരഡൈസ്, ഒഷിനോക്കോ, സോം 100. ഹെൽസ് പാരഡൈസ് എനിക്ക് കുറച്ച് ബാക്കി ബൊച്ചി ദ റോക്ക് കണ്ടിട്ടില്ല. ചെയിൻസോ മാൻ ചിലപ്പം വായിച്ചുകൊണ്ടായിരിക്കും. പക്ഷെ എനിക്ക് ഹെൽസ് പാരഡൈസിനോട് ഭയങ്കര ഒരു എന്താ പറയാ ഇഷ്ടമുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് മുമ്പേ ഈ ഹിസ്റ്ററി വരുന്ന സാധനങ്ങളോട് കണ്ട് പരിചയമില്ലാത്ത പോലെ സ്റ്റോറി ലൈൻ ഒരു അല്ല. പക്ഷെ ഓക്കെ, നമുക്ക് കണ്ട് പരിചയമുള്ള ലൈക്ക് ആൾക്കാരുണ്ട്, നിഞ്ചാസും അതേപോലെ ഒരു കൾച്ചറും കാര്യങ്ങളൊക്കെ. രീതി വേറെ കാണിച്ചിട്ടുണ്ട്. അത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഷോഗണും മറ്റു സംഭവങ്ങളൊക്കെ വേറെ രീതിയിൽ കാണിച്ചു തരാണ് അവര് നമുക്ക്. അതല്ല, നമ്മുടെ എലൈറ്റ് ഗ്രൂപ്പിന്റെ പേരുണ്ടായത് തന്നെ ഹെൽസ് പാരഡൈസ്. ബട്ട് എന്നാലും ചെയിൻസോ മാനും ലൈവ് ആക്ഷൻ കണ്ടിട്ടുണ്ട്, അനിമ കണ്ടിട്ടില്ല. ഞാൻ പറയുന്നത് സോ 100 ലൈവ് ആക്ഷനെക്കാളും നല്ലത് അനിമയാണ്. നല്ല കളർഫുൾ ആണ്. നമ്മളിങ്ങനെ നമുക്കിപ്പോ ഒരു നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സമയത്താണെങ്കിൽ നമുക്ക് എടുത്തിട്ട് കാണാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു എന്തിനാ പറയുന്നത് ബ്രെയിൻ ജോഗിങ് പില്ലെന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിൽ കാണാൻ പറ്റിയ ഒരു സാധനമാണ് സോ 100. കാരണം എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു ഡിസാസ്റ്റർ, ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് ചെയ്യുമ്പം അതിനെ നല്ലത് എന്ന് ചിന്തിച്ച് പോകുന്ന ഒരു പയ്യൻ, അവന്റെ കഥയാണ് സോ 100 എന്ന് പറയുന്നത്. ഒരു സോ മാട്രിക്സിനുള്ളിൽ പെട്ടുന്ന ഒരാൾക്കും അത് കാണാം. അല്ല, സോ അതുകൊണ്ട് തന്നെ സോ 100 ഈസ് നൈസ് ആനിമ ആക്ച്വലി. ബെസ്റ്റ് ന്യൂ സീരീസ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് അതിന്റെ ഇതിനി അങ്ങോട്ട് കണ്ടിന്യൂ ആയിട്ട് പോകുന്നൊക്കെ ഉള്ള ഡൗട്ടാണ്. ഡിസ്കണ്ടിന്യൂഡ് ആയെന്നുള്ളൊരു ചെറിയൊരു വാർത്തയൊക്കെ ഇങ്ങനെ കേട്ടായിരുന്നു. സോ അതുകൊണ്ട് അറിയത്തില്ല. ബെസ്റ്റ് ന്യൂ സീരീസ് അടുത്ത് വരുന്നത് ഒഷിനോക്കോ ഐ വുഡ് സേ ഒരു ബെസ്റ്റ് ന്യൂ സീരീസിന് കൊടുക്കാൻ പറ്റി. കാരണം ഒരുപാട് പേര് ഇത് ചർച്ചയ്ക്ക് എടുത്തിട്ടൊരു അനിമയാണ്. കാരണം പല ആൾക്കാരും ഇപ്പം നമ്മളെ ഇവിടുത്തെ ഒരു കൾച്ചറിനെക്കാളും കൂടുതൽ കൊറിയൻ ഓർ ജാപ്പനീസ് കൾച്ചറിൽ ഈ പറഞ്ഞ സെലിബ്രിറ്റീസ് അഭിമുഖീകരിക്കുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. അതിനൊന്നും ആരും അഡ്രസ് ചെയ്യാറില്ല. അവരെല്ലാം പറയുന്നത് ഇവരൊക്കെ ഭയങ്കരമായിട്ടുള്ള നല്ലൊരു ജീവിതം ജീവിക്കുന്നു, നല്ല ലൈഫാണ് എന്നൊക്കെ പറയുമ്പോഴും ഇവർ അനുഭവിക്കുന്ന പല കാര്യങ്ങളെയും ഇങ്ങനെ എടുത്തു കാണിച്ചുകൊണ്ട് എടുത്തിരിക്കുന്ന ഒരു സീരീസ്. ഇറ്റ് ഈസ് റെലവൻറ്റ് അറ്റ് ഓൾ. ഈ ഒരു കറണ്ട് ടൈം ലൈനിൽ റെലവൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഒഷിനോക്കോ ഈസ് എ വൺ ഓഫ് ദ ഗുഡ് കണ്ടന്റർ ഫോർ എ ബെസ്റ്റ് ന്യൂ സീരീസ്. നിങ്ങൾ അതിലെന്തോ നമുക്ക് വീണ്ടും ഒരു വോട്ട് ഇടാന്നോ? പിന്നെ നിങ്ങൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പേഴ്സണലി ഞാൻ ഭയങ്കരമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ആനിമയും കഴിഞ്ഞ വർഷം ഞാൻ കണ്ടതിനകത്ത് എനിക്ക് ഹെൽസ് പാരഡൈസിനെക്കാളും എന്നെ കൂടുതൽ അട്രാക്ട് ചെയ്ത ഒരു ആനിമയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹെവൻലി ഡെല്യൂഷൻ. അതൊരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് വേൾഡാണ്. കുറച്ച് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനാണ്. I would say for me Heavenly Delusion is above Hell's Paradise. അല്ല, ചെയിൻസോ മാൻ ആണല്ലോ അടിച്ചപ്പം ചെയിൻസോ മാൻ above. Okay. അല്ലല്ല, ചെയിൻസോ മാൻ I think it deserved, right? ന്യൂ കമ്മർ ചെയിൻസോ മാൻ. പക്ഷേ ഈ നോമിനീസ് കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടന്റ് ഈ നമ്മൾ ഇത്ര നോക്കിയതിനകത്ത് ആകപ്പാട് കറക്റ്റ് കണ്ടന്റായിട്ട് വന്നത് എനിക്ക് തോന്നുന്നു ഇത് മാത്രമേ ഉള്ളൂ. പ്രോപ്പറായിട്ട് വന്നത് ഇത് മാത്രമാണ്. പിന്നെ അടുത്തത് കാൻറ്റ് ഈവൻ ബീറ്റ് ഇറ്റ്. ബെസ്റ്റ് ഫിലിം സുസുമേ, വേറെ ഒന്നുമില്ല. അണ്ടർസ്റ്റാൻഡബിൾ. മക്കോട്ടോ ഷിങ്ക എടുത്തു വെച്ചേക്കുന്ന സാധനം അതിന് മേലോട്ടൊന്നും ഇല്ല. ഇതിന് നോമിനീസിനെ വായിക്കാം. സൈക്കോപാസ് പ്രൊവിഡൻസ് ഞാൻ കണ്ടിട്ടില്ല. ദ ഫസ്റ്റ് സ്ലാം ഡങ്ക് അത് ഒരു 3D രീതിയിൽ എടുത്ത ഒരു എന്തായി സംഭവം ഞാൻ കണ്ടിട്ടില്ല. സംഭവം ഹാപ്പനിങ് ഇല്ലായിരുന്നല്ലേ. പിന്നെ അടുത്ത് വരുന്നത് കഗുയ സമ ലവീസ് വാർ ഞാൻ കാണണമെന്ന് വിചാരിച്ചിങ്ങനെ മാറ്റി വെച്ചേക്കാം. എനിക്ക് അത്ര ഇഷ്ടപ്പെടില്ല. ഞാൻ കണ്ടു നോക്കി 2-3 എപ്പിസോഡ്, ബട്ട് എനിക്ക് അങ്ങോട്ട് കൊളുത്തില്ല.
ഇല്ലാത്തോണ്ടാണ്. അടുത്തത് ബ്ലൂ ജയന്റ്, കേട്ടിട്ട് കൂടിയില്ല. സോറി. അടുത്തത് ബ്ലാക്ക് ക്ലോവർ, സോർഡ് ഓഫ് ദ വിസാർഡ് കിങ്. എനിക്ക് കാണാൻ പറ്റില്ല, എനിക്ക് മറ്റേ കണ്ടിട്ട് ഒട്ടും താമസിച്ചു. പക്ഷേ അല്ലല്ല, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് കുറച്ച് നേരത്തെ ഒന്ന് ഇത് ചെയ്യുന്നുണ്ട്, ഏതോ ഫോർ ഷാഡോയിങ് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പല വിസാർഡ് കിങ്സിനെ, പഴയ വിസാർഡ് കിങ്സിനൊക്കെ ഒന്ന് ഫോർ ഷാഡോ ഇത് കാണിച്ചിട്ടുണ്ട്. സോ ഐ തിങ്ക് ഇറ്റ്സ് റെലവന്റ് ഫോർ ദ സീരീസ്. ആനിമയുടെ ഇപ്പോഴത്തെ ഹാപ്പനിങ്ങിനകത്ത് ഇനി ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിനിമ ആയിരിക്കാം. ആണോ? എനിക്ക് അങ്ങനെ തോന്നി. കാരണം ഇതിനകത്ത് വിസാർഡ് കിങ്സിനെ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ മാറിപ്പോകുന്ന ടോപ്പിക്കാണ്. ബട്ട് സ്റ്റിൽ ഈ വന്നവരെല്ലാരും കിങ്ഡം, അതായത് ആ കിങ്ങിനെ ഓവർ ത്രോ ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നവരാണ്. കാരണം കിങ് ഈസ് നോട്ട് ഡൂയിങ് എ ഫൈൻ ജോബ് ആൻഡ് അവർക്ക് എല്ലാവർക്കും ഈക്വാലിറ്റി വേണം. അതായത് എന്താണ്, ആ ഒരു സെപ്പറേഷൻ എന്നുള്ള സാധനം മാറി എല്ലാവരും ഈക്വൽ ആയിട്ട് ജീവിക്കണം എന്നുള്ള ഒരു വിഷൻ ഉള്ള ആൾക്കാരാണ്. ആസ്തയുടെ ഗോൾ അതാണ്. ഇവരെല്ലാരും ഈവിളായി. സോ ആസ്ത ഈവിൾ ആവൂല എന്നാണ് പറയുന്നത്. ആൻഡ് കോൺട്രാഡിക്ടറി, ആസ്ത ഈസ് ദ ഡെവിൾ. പക്ഷേ ഹി ഈസ് നോട്ട് ഈവിൾ. യാ, ഡെവിൾ ആയിരിക്കാം, പക്ഷേ ഹി ഈസ് നോട്ട് ദ ഈവിൾ. There is a fine line between evil and devil. Difference of D. സമയമുള്ളൂ. ഇത് ബട്ടർ റെഡി ആക്കി വെക്കാം. സോ ഇത് ബൈ ഫാർ സുസുമയാണ്. നോ കോമ്പറ്റീഷൻ. ബെസ്റ്റ് ഒറിജിനൽ ആനിമെ ബഡ്ഡി ഡാഡീസ് എന്ന് പറയുന്ന ഒരു ആനിമയെ കൊണ്ടുവന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇതിലുള്ള ഒരു സാധനവും അല്ല, ഒറിജിനൽ ആനിമ എന്ന് ഉദ്ദേശിക്കുന്നത് മാങ്ക അല്ലാതെ വേറെ പുതിയതായിട്ട് വൺ പഞ്ച് മാൻ ഒക്കെ പോലെ അല്ല, സൈബർ പങ്ക് ഇല്ലേ, സൈബർ പങ്ക് അതേപോലെ എന്ന് വെച്ചാൽ മാങ്ക ഇല്ല. അങ്ങനെയല്ലേ സ്റ്റാർട്ട് ചെയ്തത്? മാങ്ക എന്നാണ് തുടങ്ങിയത്. വൺ പഞ്ച് മാന് അല്ല, അന്ന് റിസർച്ച് ചെയ്യണം. വൺ പഞ്ച് മാൻ ആനിമയാണോ മാങ്കയാണോ? അല്ല, ചിലപ്പോ വെബ് കോമിക്കിന്ന് തുടങ്ങിയതാവാം. അല്ല, ചിലപ്പോ വെബ് അതിന്നായിരിക്കും. പക്ഷെ അല്ലാതെ ആരെയായിട്ട് പോഡ്കാസ്റ്റില് കല്ലേറി കിട്ടിയ ഒരേ ഒരു ഗസ്റ്റ്. അയ്യോ. അടുത്തത് അതിനകത്ത് നോമിനീസ് വരുന്നത് അക്കിബ മെയ്ഡ് വാർ, ബേർഡി വിങ്, ബഡ്ഡി ഡാഡീസ്, ഡു ഇറ്റ് യുവർ സെൽഫ്, മൊബൈൽ സ്യൂട്ട് ഗണ്ടം ദ വിച്ച് ഫ്രം മെർക്കുറി, ഐ ഡോണ്ട് ലൈക്ക് മെക്ക, മാർജിനൽ സർവീസ്. ഓക്കെ, ഈ വായിച്ചതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരെണ്ണമെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കമന്റ് ഡൗൺ, ഞങ്ങൾക്ക് അറിയാം. കമന്റ് ചെയ്യുക, കൊള്ളാമോ ഇല്ലയെന്നും കൂടെ പറയുക. ഇതെന്തെങ്കിലും ഡിസർവിംഗ് ആണോ എന്ന്. അടുത്തത് ബെസ്റ്റ് ആനിമേഷൻ ഡീമൺ സ്ലെയർ, കിമിറ്റ്സു നോ യൈബ, സോൾഡ് സ്മിത്ത് വില്ലേജ് ആർക്ക്. എനിക്ക് ഇറക്കുന്നെങ്കിൽ ഡീമൺ സ്ലെയർ എല്ലാ വട്ടവും കഴിഞ്ഞ വട്ടത്തെ മറ്റേ എന്റർടൈൻമെന്റ് ആർക്കാണെങ്കിലും എല്ലാം എന്നെ സംബന്ധിച്ച് ആനിമേഷനിൽ ടോപ്പ് ഡീമൺ സ്ലെയർ തന്നെയാണ്. ഈവൻ അത് കാരണമാണ്, ഈ പറഞ്ഞ ഡീമൺ സ്ലെയർ കാരണമാണ് ബാക്കിയുള്ള ആനിമേഷൻ കൂടി ഇതേപോലെ അപ്ഗ്രേഡ് ചെയ്തേ പറ്റൂ ഇനിയുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒന്ന് ആ ഒരു ഗ്ലിംസ് അവർക്ക് കിട്ടി തുടങ്ങിയത്. സോ ഡീമൺ സ്ലെയർ ഈസ് വെരി ഇമ്പോർട്ടന്റ്. എവല്യൂഷൻ കൊണ്ടുവന്ന ഡീമൺ സ്ലെയർ ആണ് ആനിമയുടെ എന്താ പറയാ എവല്യൂഷൻ ചാർട്ട്. സോ ഇറ്റ്സ് ഡിസർവിംഗ്. അത് മാത്രമല്ല അടുത്ത വർഷവും മിക്കവാറും അടുത്ത വർഷം എന്ന് പറയുമ്പോഴത്തേക്കും അടുത്ത സീസണിനകത്ത് ഈ വരുന്ന സീസൺ അല്ല, അതിന്റെ അടുത്ത സീസണിലും ഇതേപോലെ തന്നെ ബെസ്റ്റ് ആനിമേഷൻ അവന്മാര് കൊണ്ടുപോകും. അതല്ല, ഇൻഫിനിറ്റി കാസിൽ അവന്മാര് തന്നെ കൊണ്ടുപോകും. അല്ല, ഈ സോൾഡ് സ്മിത്ത് വില്ലേജ് ആക്കി ഒറ്റ സീൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലായി ഇത് കൊണ്ടുവന്നത്. കാരണം അതിനകത്ത് ഇതിന്റെ ഗ്ലിംസ് കാണിക്കുന്നുണ്ടല്ലോ, ഈ പറഞ്ഞ ഇൻഫിനിറ്റി കാസിന്റെ ഗ്ലിംസ് കാണിക്കുമ്പോൾ ആ ഒരു കുപ്പിച്ചിലാണ് ഇങ്ങനെ പൊട്ടി ഇങ്ങനെ പോകുന്നൊരു സാധനം. അതൊക്കെ തന്നെ എന്തുമാത്രം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് വരച്ചു വെച്ചേക്കുന്നുള്ളതാണ്. അത് കാണുമ്പോൾ മപ്പയ്ക്കകത്ത് ബാക്ക്ഗ്രൗണ്ട് ഇരിക്കുന്ന ക്യാരക്ടറിന്റെ കണ്ണും മൂക്കും വരയ്ക്കാൻ പോലും അവന്മാർ മെനക്കെടാറില്ല. അപ്പോഴാണ് ഇവന്മാർ ഇത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഒരു ചെറിയ കാര്യങ്ങൾ വരെ ഈ ഡീമൺ സ്ലെയറിന് ഒരു പ്രത്യേകത ഉണ്ട്. അവര് ചില സമയത്ത് അവരുടെ 3Dയും 2Dയും നല്ല രീതിയിൽ മെർജ് ചെയ്തുണ്ടോ അവർക്ക് അറിയാം. പ്രശ്നം മനസ്സിലായില്ലേ?
2Dയും 3Dയും മിക്സിംഗ് എന്നൊക്കെ പറയുമ്പോ ഇമാജിനേഷൻ കൂടിയുള്ള കുഴപ്പം ഇതാ. അല്ല ഞാൻ പറഞ്ഞുതരാം, ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. മുഗൻ ട്രെയിൻ ആർക്കില് മുഗൻ ട്രെയിൻ ആർക്കില് ആ ട്രെയിൻ പോകുന്ന സീൻ ഉണ്ടല്ലോ, ട്രെയിനിനെ അറ്റാക്ക് ചെയ്യൂലേ, സ്ലീപ്പ്, അയ്യോ അങ്ങനെ പേരൊക്കെ പോട്ട് അത് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ആ സംഭവം 2D ആയിട്ട് ചെയ്യായിരുന്നു. പക്ഷെ അതിന് ഒരു 3D ചെയ്തു. പക്ഷെ 3D നമുക്ക് വെറുപ്പിക്കുന്ന രീതിയിൽ തോന്നിയില്ല. ഈവൻ ആ ട്രെയിനിന്റെ സീനുകൾ പോലും ചില സമയത്ത് 3Dയിലാണ്, മിക്കതും 3Dയിലാണ്. അത് അതായത് ട്രെയിനിന്റെ പുറത്തുനിന്നുള്ള സീൻസ് അല്ല. എനിക്ക് പക്ഷെ ചില സമയത്ത് സീസണിലാണ് ഇല്ല കൊളൊന്നും ആയിട്ടില്ല. കൊള ഈ പറഞ്ഞ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, അതൊന്നും കൂടി വേറെ ആയിട്ട് ഇല്ല. ഞാൻ മറ്റേ ആ ഒരു മറ്റേ ഗോൾഡ് ഫിഷിന്റെ ആ സാധനം ഇതുണ്ടല്ലോ, അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കണക്ക് തന്നെ ലാസ്റ്റ് വരുന്ന മറ്റേ എനലിന്റെ ഇതുണ്ടല്ലോ, ഇവന്റെ അങ്കി കുട്ടന്റെ ബാക്കി അത് കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഡെക്കറേഷൻ ശരിയല്ല മോനെ, നീ ശരിയല്ല. അടുത്ത പുതിയ സാധനമാണത്. ഓക്കെ കണ്ടന്റേഴ്സിനകത്ത് വരുന്നത് അറ്റാക്ക് ഓൺ ടൈറ്റൻ ഫൈനൽ സീസൺ. ഇറ്റ് ഈസ് ഗുഡ്, നല്ല ആനിമേഷൻ. കമ്പയറിംഗ് ടു ഡീമൺ സ്ലെയർ, ചെയിൻസോ മാൻ ഇറ്റ്സ് എ ഗുഡ് കണ്ടന്റ്. മിക്കത് ഹാൻഡ് റോൺ ആയിരുന്നു, ഫൈറ്റ് സീക്വൻസും ആയിരുന്നു. അത് കണക്ക് തന്നെ ആനിമേഷൻ്റെ അകത്തുള്ള മൊത്തത്തിലുള്ള കാര്യം നോക്കുകയാണെങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെ ഇൻട്രോ സോങ് നല്ലായിരുന്നു. കോണിന്റെ സീൻ ബ്ലഡ് ഷെഡ് കാണിക്കാത്ത പറഞ്ഞ പാടാണ്, അതറിയോ? ഈ പറഞ്ഞ അതിനത്രയും അവന്മാരാ വരച്ചെടുക്കുന്നെന്ന് പറഞ്ഞ ഇച്ചിരി അതിന് നല്ല ഭംഗിയുണ്ടായിരുന്നു. അയ്യോ ഒന്നുകൂടെ പറയട്ടെ, കേക്കട്ടെ. ആരുടെ മൊബൈൽ? സ്കിപ്പ് ഇറ്റ്. അടുത്ത ജുജുത്സു കൈസൻ സീസൺ 2 ആണ്. ഈ പറഞ്ഞ ബെസ്റ്റ് ആനിമേഷന്റെ അടുത്ത കണ്ടന്റ്. അത് കഴിഞ്ഞ് മോബ് സൈക്കോ 100. അത് കൊള്ളായിരുന്നു, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. മോബ് സൈക്കോ 100 എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ആവശ്യമുള്ള കാര്യങ്ങളിലെ മറ്റേ നമ്മള് ഈ വൺ പഞ്ച് മാൻ്റെ കണക്ക് മെയിൻ ക്യാരക്ടറിന്റെ മോന്തയൊക്കെ ഒരു റൗണ്ട് വരച്ച് 2 കുത്തിട്ട. പക്ഷേ ഫൈറ്റ് അങ്ങോട്ട് തുടങ്ങി കഴിയുമ്പോ ചില ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് ഒരു വയലറ്റും ബ്ലാക്കും എല്ലാം കൂടി വെച്ചിട്ട് ഒരു കളിയുണ്ട്, ഒരു ആനിമേഷൻ ഉണ്ട്. ലൈക്ക് മോബിന്റെ ഒരു എക്സ്പ്രഷൻ കളിച്ചൊക്കെയാണ്. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് എനിക്ക് സംഭവം ഇതിനകത്ത് വരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു ആനിമ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇതിന്റെ നോമിനീസിലെങ്കിലും ഈ മോബ് ഇത് സോം 100. ഇതിൽ വരേണ്ടതല്ലായിരുന്നു. അല്ല ഒരു കളർ ഇങ്ങനെ യൂസ് ചെയ്തുള്ള വേറെ വൺ പീസ് നല്ലൊരു കാരണം വാനോർക്ക് മാത്രമല്ല അതിനകത്തൊക്കെ ആവശ്യമില്ലാതെ ഒരു സെക്കൻഡ് തന്നെ 7-8 ഒക്കെ ഫ്രെയിമുകൾ ഒരു കാര്യമില്ലാതെ അത് ആ ബാക്ക്ഗ്രൗണ്ടിൽ മറ്റേ ഇടി വെട്ടുന്നതിനകത്ത് സോറോന്ന് ഇങ്ങനെ എഴുതി കാണിക്കുന്നതും അതൊക്കെ എന്തിനാ ഒരു ആവശ്യമില്ലാതാണ് അതൊക്കെ. പക്ഷേ ഇമ്പാക്ട് ഫ്രെയിമിലേക്ക് അവന്റെ ഹോൾ സ്റ്റോറി വരെ കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മറ്റേ മാങ്ക പാനൽസ് അതിന്റെ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട് ഓരോ. പിന്നെ ഇവനുണ്ടല്ലോ കൈതോ ബോറോബ്രത്ത് യൂസ് ചെയ്യുമല്ലോ, അതിലിങ്ങനെ എഴുതി കാണിക്കും ബോറോബ്രത്ത് എന്നും പറഞ്ഞു. ഷൗട്ട് ഔട്ട് ടു. അതേപോലെ റെഡ് ഹോക്കിന്റെ സമയത്ത് റെഡ് ഹോക്കില് ഒരു റെഡ് കളറിലെ ഹോക്കിനൊക്കെ ഇമ്പാക്ട് ഫ്രെയിമിൽ വെക്കും. നെക്സ്റ്റ് ട്രൈഗൂൺ സ്റ്റാമ്പീഡ് ഞാൻ കണ്ടിട്ടില്ല, കൺട്രോളർ. അത് സംഭവം റീമേക്ക് ആണ്, നല്ലതാണ്, കൊള്ളാം. ഇതിന്റെ കൂടെ കണ്ടന്ററായിട്ട് നിൽക്കാനുള്ള സാധനം ഉണ്ടോ? അത്ര തോന്നുന്നില്ല. ഇല്ല. ഓക്കെ, അടുത്ത വർഷം മിക്കവാറും വൺ പീസ് വരും. നമുക്കൊരു പക്ഷെ വൺ പീസ് ഡിസേർവിംഗ് ആയിരുന്നു അല്ലേ? അടുത്ത വർഷം നല്ലൊരു ആനിമേഷൻ. ബ്ലീച്ചിന്റെ നല്ല പക്ഷെ ക്രഞ്ചി റോൾ എടുക്കാ ഇതുമായിട്ട് ലൈസൻസ് ഇല്ലാത്തോണ്ടായിരിക്കും. പക്ഷെ ആക്ഷൻ വൺ പീസ് ഇപ്പം പോയി. ക്രഞ്ചി റോൾ അതിന് കൊടുത്തായിരുന്നല്ലേ? എന്താ അനിമേഷന് അവന്മാരോ പരിഗണിച്ചു വൺ പീസ് ഫാൻസ് എന്ന രീതിക്ക് നമ്മൾ ഇത് എന്താ പറയാ ബോയ്ക്കോട്ട്. അടുത്തത്
Telegram വരും. അടുത്തതാണ് ഏറ്റവും കോമഡി. ഇതൊരു കോൺട്രവേഴ്സി സാധനമാണ്. ഓക്കെ, ദ ബെസ്റ്റ് ക്യാരക്ടർ ഡിസൈൻ ഗോസ് ടു ജുജുത്സു കൈസൻ. ഒരുവിധം എല്ലാ ക്യാരക്ടേഴ്സും. ഫോർ എക്സാമ്പിൾ നമ്മുടെ കിറ്റ്കാറ്റ്. അല്ലല്ല അങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാ. അപ്പോഴേ തന്നെ നമ്മള് നരൂട്ടോ വെച്ചിട്ട് നമ്മൾ അപ്പോഴേ ആരെ പറയണം? കക്കാശി നല്ല രീതിയിൽ തന്നെ ജുജുത്സു കൈസൻ വരച്ചിട്ടുണ്ട്. പിന്നെ ഒറോച്ചിമാരുവിനെ ഗ്രിംജോ വരച്ചിട്ടുണ്ട്. അങ്ങനെ ജുജുത്സു കൈസൻ ആ കാര്യത്തിൽ നല്ല രീതിയിലുള്ള ഒരു പണി എടുത്തിട്ടുണ്ട്. ഒറിജിനൽ ക്യാരക്ടർ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞ കൂടുതലൊന്നും പറയുന്നില്ല. അതിന്റെ നോമിനീസ് വരുന്നത് അത് ചെയിൻസോ മാനാണ് ഒന്നാമത്തത്. ബെസ്റ്റ് ക്യാരക്ടർ ഡിസൈൻ അവിടെ ഉണ്ടായിരുന്നു. ആരും കണ്ടില്ല. പോപ്കോണിൽ നമ്മൾ ഇന്റർവ്യൂ ചെയ്ത ഒരു ചെക്കനോട് ചോദിച്ചിരുന്നെങ്കിൽ അവൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞേനെ. ഞങ്ങളെ കിളി വരെ പറന്നുപോയി. എന്തെങ്കിലും ഇട്ടില്ലെങ്കിലും അത് ഇടാൻ നമ്മൾ നല്ല ലേറ്റ്. എന്നിരുന്നാലും നമ്മൾ അത് ഒരിക്കൽ റിലീസ് ചെയ്യും. അത് റിലീസ് ചെയ്തേ പറ്റുള്ളൂ. കാരണം ആ ചെക്കന്റെ ആ മനസ്സിലെ ആ കമ്മിറ്റ്മെന്റ് നമ്മൾ രണ്ടുപേരും അറിഞ്ഞ. ഞങ്ങൾ രണ്ടുപേരായിരുന്നു വീഡിയോ എടുത്തത്. ലൈക്ക് ചോദിക്കാൻ പോയി അടുത്ത ചോദ്യം വരാൻ മറന്നുപോയി. സിംബ് എന്നൊക്കെ പറഞ്ഞ മറ്റേ മാക്സ് സിംബ ആയിരുന്നു പുള്ളിക്കാരൻ. ഇപ്പോഴത്തെ ഗോജോ ഫാൻ ഗേൾസിനെ വെല്ലാൻ പറ്റിയ ഒരേ ഒരുത്തൻ അവനാണ്. അവൻ. അടുത്തത് ഡീമൺ സ്ലെയർ ആണ്. ഡീമൺ സ്ലെയർ ബെസ്റ്റ് ക്യാരക്ടർ ഡിസൈൻ അല്ല, കഴിഞ്ഞ വർഷം മൈക്കിൾ ജാക്സൺ. ഇതൊക്കെ റിപ്പീറ്റിംഗ് ആയില്ലല്ലേ? അല്ല, കഴിഞ്ഞ വർഷം ഇപ്പൊ സോർഡ് സ്മിത്ത് വില്ലേജ് ആർക്കാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കണ്ടുള്ളത്. അതിനകത്ത് മെയിൻ ആയിട്ടൊന്നും ഇല്ല. അല്ല, അത് സോർട്സ്മിത്ത് വില്ലേജ് ആണ്. നമ്മൾ എന്റർടൈൻമെന്റ് ആർക്കല്ലല്ലോ എടുക്കുന്നത്. അതിന് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് ഹെൽസ് പാരഡൈസാ. ഹെൽസ് പാരഡൈസ് രസകരമായിട്ടുള്ള രീതിയിൽ വരച്ചു വെച്ചിട്ടുണ്ട്. ഹെൽസ് പാരഡൈസ് ഉണ്ട്. അടുത്തത് ഒഷിനോക്കോ. അടുത്ത ഒഷിനോക്കോ ആണ്. ഒഷിനോക്കോയില് ഞാൻ കണ്ട അഭിപ്രായത്തിൽ പറയാണ് ബെസ്റ്റ് ക്യാരക്ടർ ഡിസൈനകത്ത് അത് വലുതായിട്ട് വരത്തില്ല. ഞാൻ കണ്ട ട്രെയിലർ ലൈക് സ്നിപ്പെറ്റ്സ് വെച്ച് നോക്കുമ്പം ബേസിക് അതൊരു അവർക്കൊരു കഥ, ഒരു കാര്യം പറയണമായിരുന്നു. അവർക്ക് നടക്കുന്ന ഒരു കാര്യം അവർക്ക് ആൾക്കാരടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യണമായിരുന്നു. അതവർ പറഞ്ഞു. അതാണ് ഒഷിനോക്കോ. സോ നമുക്കതൊരു വോട്ടിംഗ് പോലെ നടത്താം. ക്യാരക്ടർ ഡിസൈനിങ് ഏതാ ബെസ്റ്റ് ക്യാരക്ടർ ഡിസൈൻ? ബെസ്റ്റ് ക്യാരക്ടർ ഡിസൈൻ. ബെസ്റ്റ് ക്യാരക്ടർ ഡിസൈൻ വേറെ ഏതെങ്കിലും ഇതിനകത്ത് ഇല്ലാത്ത നോമിനീസ് ഇല്ലാത്ത വേറെ ഏതെങ്കിലും ആനിമ ഉണ്ടോ? ബ്ലീച്ച് ബെസ്റ്റ് കോസ്റ്റ്യൂം ഡിസൈൻ ആണ്. ക്യാരക്ടർ ഡിസൈൻ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലൊരു സൂപ്പർ ആയിട്ട് വരച്ചു. ആസ്നോത്ത് മറ്റേ ഫിയറിന്റെ നല്ല രീതിയിൽ വരച്ചു വെച്ചായിരുന്നു. ആ വോയിസ് ആക്ടറും വോയിസും സെറ്റ് ആക്കി. അടുത്തത് ബെസ്റ്റ് ഡയറക്ടർ. ആ ബെസ്റ്റ് ഡയറക്ടറിന് കൊടുത്തിരിക്കുന്നത് ജുജുത്സു കൈസൻ ആണ്. ഇത് മോണോപ്പൊളി അല്ല, അതിന്റെ ഇത് നോക്കട്ടെ. നോമിനീസ് വരുന്നത് ഹെവൻലി ഡെലൂഷൻ ഉണ്ട്, ചെയിൻസോ മാൻ ഉണ്ട്, ബോച്ചി ദ റോക്ക് ഉണ്ട്, അറ്റാക്ക് ഓൺ ടൈറ്റൻ ഫൈനൽ സീസൺ ഉണ്ട്. പിന്നെ ഇത്രേ ഉള്ളത്. ഒഷിനോക്കോ ഉണ്ട്. ചെയിൻസോ മാന് കൊടുക്കാൻ തോന്നുന്നു. ബെസ്റ്റ് ഡയറക്ടറിൽ വൺ പീസ് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഉള്ള കണ്ടന്റ് ലിസ്റ്റിൽ എനിക്ക് തോന്നുന്നു ചെയിൻസോ മാൻ ആണ് കുറച്ചുകൂടെ. അല്ല, വന്ന് പറഞ്ഞതാണ് ഞാൻ ചെയ്തത് ഫുൾ ആയിട്ടില്ല. വൺ പീസ് ഞാൻ പറയത്തില്ല. കാരണം വൺ പീസിൽ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ഓരോ എപ്പിസോഡുകൾ കാണുമ്പോഴത്തേക്ക് കുറച്ച് റെപ്പറ്റീഷൻ പോലെ അവിടെ എവിടെ ചെറിയൊരു എവിടെയൊക്കെയോ ഇതുണ്ട്. അല്ലല്ല, അതൊരു കാരണമായിട്ട് വരും. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഒരാളാണ് ഇതിന്റെ മൊത്തം ചെയ്തു പോയിരിക്കുന്നത്, ഡയറക്ഷൻ ചെയ്തു പോയിരിക്കുന്നത്. പക്ഷെ അതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല ഇവന്റ്സ് ഒന്നിച്ച് കാണിച്ചാണ് പോകുന്നത് വൺ പീസിലാണെങ്കിൽ. അപ്പോഴത് അത് മാക്സിമം അപ്പീലിംഗ് ആയിട്ടാണ് പോയെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ പറ്റത്തുള്ളൂ. ചെയിൻസോ മാൻ കൊടുക്കുക. ചെയിൻസോ മാൻ ആണ് കുറച്ചുകൂടെ ഡിസേർവിംഗ്. ലൈക്ക് ബെസ്റ്റ് ഡയറക്ടർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ തോട്ട്സ് കമന്റ്സിൽ അല്ല, ചെയിൻസോ മാൻ ജെജെക്കയുടെ ഡയറക്ടറിന് പറഞ്ഞാണ് ഞങ്ങൾക്ക് ഫുൾ ചെയ്യാൻ സമയം കിട്ടില്ല എന്ന്. എന്നിട്ട് പിന്നെ എന്താ അടിസ്ഥാനാണ് തേണ്ടികൾ. അടുത്ത
ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫി വീണ്ടും ജുജുത്സു കൈസൻ സീസൺ 2. മോണോപൊളി സിനിമാറ്റോഗ്രാഫിയാണ് കലോത്സവം പരിപാടി. ഇനി JJK വരുന്ന ഒരു സംഭവം നമ്മൾ പറയില്ല, കണ്ടന്റേഴ്സിനെ വെച്ചേ പറയത്തുള്ളൂ. സ്കിപ്പ് ഒന്നുമില്ല. അല്ല കണ്ടന്റേഴ്സ് അല്ല അതിന്റെ കണ്ടന്റേഴ്സ് പറയാലോ നമുക്ക്. പക്ഷെ സിനിമാറ്റോഗ്രാഫിയുടെ കണ്ടന്റേഴ്സിനെ പറയണ്ടേ? അറ്റാക്ക് ഓൺ ടൈറ്റൻ ഫൈനൽ സീസൺ ഉണ്ട്, ചെയിൻസോ മാൻ ഉണ്ട്, ചെയിൻസോ മാന് കൊടുക്കാം. സിനിമാറ്റോഗ്രാഫി നല്ല രീതിയിലുണ്ട്. AOT അടിപൊളിയായിരുന്നു. അല്ലല്ല ലാസ്റ്റത്തെ നമുക്ക് ഫീലിങ്സ് അത് കറക്റ്റ് ആയിട്ട് അത് എന്തിനു തരുന്നുണ്ട്. ഫൈനൽ മൊമെന്റ്സ് നമുക്ക് ആ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അവസാനം ഏറൻ മീക്കാസായിട്ടുള്ള ഒരു കോൺവെർസേഷൻ പോലത്തെ ഇതില്ലേ, അത് നല്ല രീതിയിൽ ചെയ്തല്ലോ അവര്. അത് ഞാൻ ഈവൻ തന്നെ ഒരു എന്തിനു പറഞ്ഞ അല്ല അതിപ്പോ നമ്മളൊരു ഈ റിയൽ ലൈഫ്, അതായത് എന്തിനു പറഞ്ഞ ലൈവ് ആക്ഷൻ വന്നാൽ പോലും ഒരു 2 ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് കറക്റ്റായിട്ട് ഒരു ചെയ്യാൻ പറ്റുന്നതാണ് ഒരു സീൻ കണക്കാ തോന്നിയത്. അത് നമുക്ക് ഭയങ്കരമായിട്ട് അത് ഫീലിങ്സ് നമ്മളൊന്നും ഹേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നു അവസാനത്തെ. അല്ല അത് കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു ഇവർ രണ്ടുപേരും കൂടി കൂടണം എന്നുള്ളത്. ഈ ചോര കണ്ടിട്ടായിരിക്കും സിനിമാഗ്രാഫി. അങ്ങനെയാണെങ്കിൽ ചെയിൻസോ മാൻ അല്ല പുള്ളിക്കാരൻ എങ്ങോട്ടാണ് എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത് ആദ്യം അറിയണം. എന്താ പറയാ, ക്രഞ്ചി റോളിന്റെ കോ പാർട്ണർ അറിയില്ലെങ്കിൽ മറ്റേ സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് പോയിരുന്നിട്ട് അങ്ങേരെ മറ്റേ കൊല്ലണമെന്ന് അങ്ങേര് വിചാരിച്ച് മറ്റേ ഫാമിലി അങ്ങേരെ ട്രോമയെ സീരീസിൽ കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്ത് കളയുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അല്ല ചിലപ്പോ പുള്ളിക്കാരന്റെ ഓരോ എനിമീസിനെ ആയിരിക്കും പുള്ളിക്കാരൻ ഓരോ ക്യാരക്ടറായിട്ട് വരച്ചു വെക്കുന്നത് കേട്ടോ. ജുഞ്ചിത്തോ ഇയാളുമായിട്ട് എന്തെങ്കിലും കമ്പനി ഉണ്ടോ എന്ന് എനിക്ക് സംശയമില്ല. ചുമ്മാ അല്ല, അത് അതുകൊണ്ടല്ലേ മറ്റേ ഉസുമാക്കി വായിച്ചു തീർക്കവർക്ക് അറിയാം അവസാനം ദുരന്തമല്ലേ. ഇൻഫ്ലുവൻസ്ഡ് അയക്കുന്നത് ഉസുമാക്കിയുടെ മലയാളം അർത്ഥം എന്തുവാ? ഉസുമാക്കി എന്ന് പറഞ്ഞാൽ ചുരുളി 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 അല്ലല്ല ചുരുളി. ഒന്ന് അനലൈസ് ചെയ്തെടുത്തോ എല്ലാരും. ബാക്കി കണ്ടന്റേഴ്സ്. ഓക്കെ, അടുത്ത വിൻലാൻഡ് സാഗ സീസൺ 2 ആയിരുന്നു. സിനിമാറ്റോഗ്രാഫി ഐ വാണ്ട് ടു ഗിവ് ഇറ്റ് ടു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പീസ്ഫുൾ ലൈഫാണ് അതിനകത്ത് 2 സെക്കൻഡ് സീസണിൽ പറയുന്നത്. ആ ലൈഫിനെ കറക്റ്റ് ആയിട്ട് അത് അവര് ആ കാട് വെട്ടി തെളിക്കുന്നത് 2 വർഷം 2 വർഷമല്ല നിനക്ക് കാട് വെട്ടി തെളിക്കുന്നത് മാത്രം പാടത്തിന് വേണ്ടി വീണ്ടും അവൻ ഉദ്ദേശിച്ചത് കൃഷി മറ്റു കാര്യങ്ങളൊക്കെയാണ്. പീസ്ഫുൾ ലൈഫിനെ കറക്റ്റ് ആയിട്ട് അത് കാണിച്ചു തരുന്നത്. സോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സീസൺ ഇത് പറഞ്ഞറിയ ഞാൻ അവസാനം വിളിച്ചു പറയുന്നത്. ആ ഒരു സീസൺ അതാണ് ആവശ്യപ്പെടുന്നത്. അതിന്റെ ഫ്രെയിംസും സിനിമാറ്റോഗ്രാഫിക്ക് വേണ്ടി ആക്ച്വലി കാണേണ്ടതാണ്. ചിലരുടെ ഞാനൊന്നും പറയുന്നില്ല, വാക്കുകളുടെ ദുരുപയോഗം കാരണം ക്ഷമിക്കണം. അടുത്ത ഹെവൻലി ഡെലൂഷൻ ഉണ്ട്. അത് സിനിമാറ്റോഗ്രാഫി നല്ല സിനിമാറ്റോഗ്രാഫിയാണ് അത് ചെയ്യുന്നത്. കാരണം പറഞ്ഞാൽ ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് ഒരു വേൾഡ് കറക്റ്റായിട്ട് അത് കാണിക്കുന്നുണ്ട്. പിന്നെ ക്യാരക്ടേഴ്സിനെല്ലാം നമുക്ക് എന്തൊരു കൺവിൻസിങ് ആണ്. ഓരോ ക്യാരക്ടേഴ്സിനെയും വരച്ചതും അവരുടെ രീതികളും എല്ലാം വളരെ കൺവിൻസിങ് ആയിട്ടാണ് വരച്ചു വെച്ചേക്കുന്നത്. പിന്നെ ഉള്ളത് ഡീമൺ സ്ലെയർ ആണ്. അതിന് ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ആനിമേഷൻ ഓക്കെ. അടുത്തെന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ആർട്ട് ഡയറക്ഷൻ ആൻഡ് ദിസ് ഈസ് വെൽ ഡിസേർവിംഗ് ദാറ്റ് ഇറ്റ് ഈസ് ഗിവിംഗ് ടു ഡീമൺ സ്ലെയർ. വേറെ ഒന്നുമില്ല, ആർട്ട് ആനിമേഷൻ വരുമ്പോ നന്നായിട്ടാണ്. പക്ഷേ there is some strong പക്ഷേ there is a strong contender in this list. ഒന്ന് ആർട്ട് ഡയറക്ഷന്റെ കാര്യം പറയുന്നത് സോം 100. വളരെ നല്ല രീതിയിലുള്ള ആർട്ട് ഡയറക്ഷൻ ആണ് സോം 100 കൊടുത്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് ചെയിൻസോ മാൻ ആണ് ആർട്ട് ഡയറക്ഷൻ. പിന്നെ ഉള്ളത് ഹെൽസ് പാരഡൈസ് ആണ്.
പാരഡൈസിലും ഹെൽസ് പാരഡൈസ് കിഡിലോ ആർട്ടാണ്. ഉണ്ട് എന്റെ പൊന്നെ അവന്മാര് ആ ഒരു നേച്ചറിനെ അവന്മാര് നേച്ചർ ഈസ് വൈൽഡ് ആൻഡ് ബ്യൂട്ടിഫുൾ. നേച്ചർ ഇസ് കെയോസ്. ആ ഒരു വൈൽഡ് കെയോസ് ബ്യൂട്ടിഫുൾ ഈ മൂന്ന് കാര്യങ്ങൾ ക്രീച്ചേഴ്സ് വരുന്ന ക്രീച്ചേഴ്സിനെ കാണിക്കുന്നതാണെങ്കിൽ ലൈക്ക് ഈവൻ അതിനകത്തൊരു കാരണം അവന്റെ കൈ പോകുന്ന ഒരു സീൻ അറിയില്ല, അത് നമ്മൾ കാണുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് അപ്പീലിംഗ് ആക്ച്വലി. സോ ഐ വുഡ് സേ ബെസ്റ്റ് ആർട്ട് ഡയറക്ഷനകത്ത് സത്യം പറയാൻ നല്ല ഒരു ചാൻസ് ഉള്ള സാധനമാണ് ഹെൽസ് പാരഡൈസ് എന്ന് പറയുന്നത്. പക്ഷെ ഡീമൺ സ്ലേയർ ഈസ് ഓൺ അദർ ലെവൽ. സോ ഇറ്റ്സ് എ ഡിഫറെന്റ് ലീഗ്. സോ ഇറ്റ് ഈസ് വെൽ ഡിസർവിങ്. പിന്നുള്ളത് ഒഷിനോക്കോ ആണ്. ഒഷിനോക്കോ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒഷിനോക്കോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അവസാനം മറ്റേ നമ്മള് റെഡ് സിനിമയ്ക്കകത്തുള്ള അവരൊരു പാട്ട് ഇത് ചെയ്യത്തില്ലേ, മറ്റേ ഷാങ്സിന്റെ മോള് നിന്നിട്ട് ആ ഒരു സീനൊക്കെ എനിക്ക് ഓർമ്മ വന്നത്. അതേപോലെ ഒരു സ്റ്റേജിലൊരു പാട്ട് ഇത് ഒരു കൺസേർട്ടും റെഡില്ല ആ ഒരു കൺസേർട്ടിന്റെ ഒരു രീതിയും ഗോൾഡിനകത്തും അതേ പോലെ ഉണ്ടല്ലോ, അതേപോലെ ഒക്കെ എനിക്ക് തോന്നിയത്. പക്ഷെ ആ നല്ല രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെസ്റ്റ് റൊമാൻസ് ആനിമെ. ഐ ഡോണ്ട് വാച്ച് റൊമാൻസ് ആനിമെ, സോ ദിസ് ഈസ് giving to Horimiya the missing pieces. ലൈക്ക് ഹൊറിമിയ ഞാൻ ഇത് വായിച്ചിട്ടുള്ളതാണ്, മാങ്ക വായിച്ചിട്ടുള്ളതാണ്. ഇറ്റ്സ് എന്താ പറയാ, തിയററ്റിക്കലി ഒരിക്കലും പോസിബിൾ ആകാത്ത സാധനം, പക്ഷേ നല്ല രസമുള്ള ഒരു കഥയാണ്. ഞാൻ ആകെ വായിച്ചിട്ടുള്ള ഒരേ ഒരു റൊമാൻസ് മാങ്ക ആയതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ബയോസ്ഡ് ആയിരിക്കാം, ബട്ട് നല്ല രസമാണ്. പിന്നെയുള്ള സ്കിപ്പ് ആൻഡ് ലോഫർ ഉണ്ട്. തോമോ-ചാൻ ഈസ് എ ഗേള്, മൈ ലവ് സ്റ്റോറി വിത്ത് യമഡ-കുൻ അറ്റ് ലെവൽ 999, മൈ ഹാപ്പി മാരേജ്, ഇൻസോംനിയാക്സ് ആഫ്റ്റർ സ്കൂള്. ഇതൊക്കെയാണ് ഇതിനകത്തുള്ള കോണ്ടന്റ്സ്. ഞാൻ ഈ അനിമകൾ ഒന്നും കണ്ടിട്ടില്ല, പക്ഷെ എനിക്കൊരു കാര്യം അറിയാവുന്നത് ഇതൊക്കെ ജപ്പാനിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഈ പറഞ്ഞ സ്കിപ്പ് ആൻഡ് ലോഫർ, തോമോ-ചാൻ ഈസ് എ ഗേള്, പിന്നെ മൈ ലവ് സ്റ്റോറി വിത്ത് യമഡ-കുൻ. ഞാൻ ഇതിങ്ങനെ കേട്ടിട്ടുണ്ട്, അവിടെ നല്ല ഫേമസ് ആയിട്ടുള്ള. എല്ലാവർക്കും നല്ലൊരു എന്റെ കൂട്ടുകാരുണ്ട് ഹൊറിമിയ ഫേവറേറ്റ് അനിമ എന്നും കൊണ്ട് നടക്കുന്നവര്. ലൈക്ക് അവരോട് ചോദിച്ചാൽ ഒക്കെ കണ്ടാണ്, ഒരുപാട് അനിമ ഉണ്ട്. ഇഷ്ടപ്പെട്ട അനിമ ചോദിച്ചാൽ ഹൊറിമിയ എനിക്ക് ഇഷ്ടമാണ്. രസം അല്ല, ക്യാരക്ടേഴ്സ് ഭയങ്കര രസം. ഞാൻ കണ്ടിട്ടില്ല. ഹൊറിമിയ എന്ന് പറയുമ്പോൾ ഹൊറിമിയ എന്ന് പറഞ്ഞാൽ രണ്ടുപേരെ പേരിന്റെ ഇതാ. ഹോറിയാണ് പെണ്ണ്, മിയാമുറ അതാണ് മെയിൽ ക്യാരക്ടർ. അതിന്റെ രണ്ടുപേരും ചേർത്തിട്ടാണ് ഹൊറിമിയ. ഹൊറിമുറ. നെക്സ്റ്റ് കറുമുറു ചിപ്സിന്റെ പ്രൊമോഷൻ ആയിട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ ജുബൈർ ഖാൻ കറുമുറു ചിപ്സ് എന്ന് തന്നെ പക്ഷെ പേരിടണം. ബെസ്റ്റ് കോമഡി ആനിമെ. I like this one. The best comedy anime is Spy X Family. അടുത്തത് ബൊച്ചി ദ റോക്ക് ആണ് അതിനകത്തുള്ള ഒരു കണ്ടന്റ്. ബഡ്ഡി ഡാഡീസ് ആണ് അടുത്തത്, കണ്ടിട്ടില്ല. മാഷ്ലെ ദ മാജിക് ആൻഡ് മസിൽസ്, അത് ഡിസർവിംഗ് ആയ. ചളി കുറെ ഉണ്ട്. ചളിയല്ല, ക്ലീഷേ ബ്രേക്കിംഗ് ഉണ്ട്. ക്ലീഷേ ബ്രേക്കിംഗ് ആണ്, ചളിയല്ല. പക്ഷേ കപ്പടിക്കാനുള്ളതില്ല, കപ്പടിക്കാനുള്ള പൊട്ടൻഷ്യൽ. പിന്നെ ഉരുസെ യാത്സുര ഉണ്ട്, അത് കണ്ടിട്ടില്ലേ. പിന്നെ യാത്സുര. അടുത്ത സോം 100 ആണ്. സോം 100 നല്ല രീതിയിൽ കുറച്ച് ചിന്തിക്കാനുള്ളതുണ്ട്. ഇരുന്ന് ഒരു ചിരിച്ച മുഖത്തോട് നമുക്ക് കണ്ടോണ്ടിരിക്കുക ആനിമെ തുടങ്ങുന്ന അവസാനം. അവനക്ക് ഇഷ്ടമുള്ള പെണ്ണിന്റെ അടുത്ത് പോകുന്ന സീൻ കണ്ടല്ലേ, സീൻ കിടക്കുന്ന അവര് ഗെയിം കളിക്കുന്നത് കിടപ്പുണ്ട്, അവര് ഗെയിം കളിക്കുന്നത് അവര് ഫൈറ്റ് ചെയ്യുന്ന കിടപ്പുണ്ട്, അവർ ഓടി അതെ എന്നെ പറയുന്നോടെന്ന് തോന്നുന്നു. ലൈക്ക് അവിടെ ഒരു സീനുണ്ട്, ലൈക്ക് സാധാരണ സോംബി ആൾക്കാരെ കടിക്കാൻ പോകും, ഇവിടെ സോംബി തല കുത്തുന്ന വളിയിടുന്നു. ലൈക്ക് സ്മോക്ക് ഗ്യാസ് പുക വരണം, അതന്നെയാണ്. നല്ല അടിപൊളിയാണ്, കോമഡിയാണ്. ഇതുമായിട്ട് നമുക്കൊരു ബന്ധമില്ല. ഇൻ കേസ് ഇൻ കേസ് ചിലപ്പോ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക് സ്ക്രീൻ കണ്ടാൽ അത് ആദിൽ എന്ന് പറയുന്ന പുതിയ ഒരു കീടമാണ് ഫ്രം മലപ്പുറം. നമ്മൾ ഇറക്കുമതി അറിയാതെ പറ്റിപ്പോയ ഒരു കയ്യബദ്ധം. ഇഷ്ടമായി. അല്ല, ഇത് ബെസ്റ്റ് കോമഡി സത്യം പറഞ്ഞാൽ ഡിസർവിംഗ് ആണ് സ്പൈ എക്സ് ഫാമിലി കൊടുത്തത്. കാരണം നല്ല ചിരിച്ചിരുന്ന് കണ്ടോണ്ടിരിക്കാൻ നല്ല ക്യാരക്ടേഴ്സ് ആണ്, ക്യൂട്ടാണ്. നല്ലൊരു
ആനിമ തന്നെയാണ്. സോ അസ്തഗ്ഫിറുല്ലാഹ്. അതല്ല അടുത്തത് ബെസ്റ്റ് ആക്ഷൻ ആനിമ. ജൂജുത്സു കൈസൻ. എന്തിനൊക്കെ കൊടുക്ക കണ്ടന്റ് പ്ലീസ്. കേട്ടാ ഞെട്ടിപ്പോ. വൺ പീസ്. വൺ പീസും അല്ല എന്നെ ഞെട്ടിക്കുന്ന ഗൈസ്, ബ്ലീച്ച് 1000 ഇയർ ആർക്ക് ഇതിലുണ്ട്. ഞാൻ അത് അടുത്ത പറയാൻ വേണ്ടി ഇരുന്നേത്. വിട്. ബ്ലീച്ച് ഉണ്ടായിട്ട് എങ്ങനെ അതിന് ആക്ഷൻ കൊറിയോഗ്രാഫി എന്ന് പറയാൻ പറ്റൂല. കാരണം കൂടുതൽ കുറെയൊക്കെ സ്റ്റിൽ സീൻസ് ആണ്. മറ്റേ ഹാൻഡ് കോമ്പാറ്റോ മറ്റേ സോഡ് ഇതൊന്നും അത്ര ഇതായിട്ടില്ല വൺ പീസിന്റെ അത്ര. ഓ ഇല്ലേ? ഏതാ ഏതിനകത്താ? ബ്ലീച്ചില് ബ്ലീച്ചിനകത്ത് കുറവാണ്. കുറച്ചൊക്കെ റഷ് ചെയ്ത് വിട്ടു. കഷ്ടമല്ലേ? സോറോ വെസസ് അടി നടക്കണത് താഴെ മൊത്തം അടിയല്ലേ നടക്കുന്നത്. അതൊക്കെ ബിഗ് മം. Guys, this is very wrong. This is wrong. ഭയങ്കര ബയാസ്ഡ് ആയിട്ട്. അല്ല, ആൾക്കാർ വിചാരിക്കും നമുക്ക് ഇതിനോട് ജുജുത്സു കൈസനോട് എന്തെങ്കിലും ഹേറ്റ് ഉള്ളതുകൊണ്ടാണോ ഇങ്ങനെ ജുജുത്സു കൈസനെ പറയുന്നതെന്ന് ചില ആൾക്കാർ ചിലപ്പോൾ ചിന്തിച്ചെന്നിരിക്കുക. പക്ഷെ ഇത് ഡിസേർവിംഗ് ആണെന്നുള്ളതാണ് ഒറ്റ ചോദ്യം. മഹാറോഗയുമായിട്ടുള്ള ഫൈറ്റ് ഉണ്ടല്ലോ, അതിലൊരു സീനില് ഒരു ഉറുമ്പ് കണക്ക് ഒരു സാധനം ഇങ്ങനെ പോണ കാണാം, പിന്നെ കുറെ പൊട്ടലും കാണാം. അത് മാത്രമാണ് ഒരു 5 സെക്കൻഡ് സീന്. അതെന്തോന്നിരിക്കുന്നു? അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇതെന്തോ സത്യം പറയാം നമുക്ക് മനസ്സിലാവത്തില്ല. പല ഫൈറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തെറിച്ചു പോകുന്നു, എന്തൊക്കെ ഇങ്ങനെ തെറിച്ചു പോകുന്നു, എന്തൊക്കെ തെറിക്കണം, നമുക്ക് വെട്ടി പോണ്. കറക്റ്റ് ഒന്നും അറിയാൻ പോലും പറ്റുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയാൻ പോലും പറ്റുന്നില്ല. അടുത്തത് ബ്ലീച്ച് വൺ പീസും അല്ലാതെ കിടക്കുന്നത് ഒന്ന് ഡിമൺ സ്ലെയർ സോർഡ് സ്മിത്ത് വില്ലേജ് ആർക്കുണ്ട്. ആലോചിക്കണം. ഫൈറ്റ് നല്ല ഫൈറ്റ് ഉണ്ട്. അടുത്ത ചെയിൻസോ മാൻ. ക്രഞ്ചി റോൾ പോപ്പുലാരിറ്റി സ്റ്റണ്ട് മോശം. നെക്സ്റ്റ് അടുത്തത് അറ്റാക്ക് ഓൺ ടൈറ്റൻ. അതില് കുറെ ആക്ഷൻ ഉണ്ടായിരുന്നല്ലോ. മറ്റേ ഓഡിയൻ ഗിയർ വെച്ച് അവര് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യണം. അല്ല, ഈ നോമിനിയിൽ ബാക്കിയുള്ള സ്ട്രോങ് കണ്ടന്റേഴ്സ് ആണ്. ഏറ്റവും വീക്കസ്റ്റ് കണ്ടന്റർ ആണ് ബെസ്റ്റ് ഫാന്റസി ആനിമ കൊടുത്തിരിക്കുന്നത് ഡീമൺ സ്ലെയറിനാണ്. നോമിനീസ് വരുന്നത് ഹെൽസ് പാരഡൈസ്, മാഷ്ലെ, മുഷക്കോ തെൻസായി, റാങ്കിങ് ഓഫ് കിങ്സ്, ദ ഏൻഷ്യന്റ് മാഗസ് ബ്രൈഡ് സീസൺ 2. അല്ല, നിങ്ങൾക്ക് അതല്ലേ തോന്നിയത് ബെസ്റ്റ് ഫാന്റസി ആനിമ? ദ ബെസ്റ്റ് ഫാന്റസി ആനിമ ഈസ് ഹെൽസ് പാരഡൈസ്. ആ ചിത്രശലഭമായിട്ട് പറഞ്ഞ സാധനം അത് എന്തിന് ഫസ്റ്റ് കാണുമ്പോ ബ്യൂട്ടിഫുൾ, മറ്റേ അതിന്റെ തല കാണിക്കുമ്പോ മറ്റേ ഡ്യൂൺ 2-ലെ ഡ്യൂണിലെ വില്ല ഉണ്ടല്ലോ ഹാർക്കണ, അതുപോലത്തെ ഒരു മോന്തയും. വേറൊന്നും അല്ല, ഇപ്പൊ ബെസ്റ്റ് ഫാന്റസി ആനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലൊരു പ്ലോട്ട് ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഈ പറഞ്ഞ ബാക്കിയുള്ള എല്ലാം നമ്മൾ കണ്ടു മടുത്ത പ്ലോട്ടാണ്. റിവെഞ്ചിന് ഇറങ്ങുന്നത് നമ്മൾ കണ്ടു മടുത്ത പ്ലോട്ടാണ്. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. രക്ഷകനും എല്ലാം നമ്മൾ കണ്ട സാധനങ്ങളാണ്. പക്ഷേ ഹെൽസ് പാരഡൈസ് ഈസ് എ ന്യൂ എക്സ്പീരിയൻസ് ഫോർ ദ വാച്ചർ. സോ ഹെൽസ് പാരഡൈസ് ഡെഫിനറ്റ്ലി അത് ഡിസേർവിംഗ് ആയിരുന്നു ഈ ഒരു ബെസ്റ്റ് ഫാന്റസി ആനിമ എന്ന് പറയുന്ന ഒരു ഇതിനകത്ത്. ബെസ്റ്റ് ഡ്രാമ ആനിമ അറ്റാക്ക് ഓൺ ടൈറ്റൻ. ഡ്രാമയാണ് സത്യം, ആ ഡ്രാമയാണ്. ആ അവന്മാര് എഴുതുന്നവന്മാര് വരെ ഡ്രാമയായിരുന്നു ഫുള്ള്. ചുമ്മാ തീരേണ്ട 12 എപ്പിസോഡ് ഇറക്കിയവന്മാര് വരെ ഡ്രാമയായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. സോ അതുകൊണ്ട് വലിച്ചു നീട്ടി പക്ക സീരിയൽ ഡ്രാമയായിരുന്നു അത്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഡ്രാമയ്ക്ക് ബെസ്റ്റ് ഡ്രാമയ്ക്ക് കൊടുത്തിരിക്കുന്നത്, എനിക്കറിയത്തില്ല. പക്ഷെ കണ്ടന്റിന് നല്ലൊരു സ്ട്രോങ് കണ്ടന്റ് ഉണ്ട്. ഹെവൻലി ഡെലൂഷൻ, ഇറ്റ്സ് എ വെരി ഗുഡ് ഡ്രാമ ആനിമെ. അടുത്ത മൈ ഹാപ്പി മാരേജ് ഞാൻ കണ്ടിട്ടില്ല. ഒഷിനോക്കോ നല്ലൊരു ഡ്രാമ ആനിമയാണ്. നല്ലൊരു ഡ്രാമ ആനിമയാണ്. 2 Year Eternity ആക്ച്വലി നല്ല കണ്ടന്റാണ്. 2 Year Eternity സംബന്ധം പറഞ്ഞാൽ ഒരു ഏലിയൻ വരും. ആ ഏലിയന് ഇഷ്ടമുള്ള ആളെ എന്നുവെച്ചാൽ ഇപ്പൊ നിനക്ക് ഇഷ്ടമുള്ള ഒരാളെ അവര് മരിക്കുമ്പോ നിനക്ക് അയാളെ ഇതാവാൻ പറ്റും, ബോഡി അക്യൂർ ചെയ്യാൻ പറ്റും. സോ ലൈക്ക് അങ്ങനത്തെ ഒരു ലൈക്ക് ഡ്രാമ വൈസ്
ഓക്കെ. ഇറ്റ്സ് ഗ്രേറ്റ്. 2 സീസൺ നോക്കിയിട്ടുണ്ടല്ലേ? ഞാൻ കണ്ടിട്ടില്ല. അടുത്തത് വില്ലൻ സാഗ സീസൺ 2 ആയിരുന്നു. ബെസ്റ്റ് ഡ്രാമ നല്ലല്ലേ? വേറെ ഓപ്ഷൻ ഞാൻ ഈ കണ്ടതിനകത്ത് ഈ ആൾക്കാരെല്ലാം പറയുന്നുണ്ട് ഒരു അവാർഡ് പോലും വില്ലൻ സാഗയ്ക്ക് കൊടുത്തില്ലെന്ന്. ഞാൻ പറയുന്നത് ബെസ്റ്റ് ഡ്രാമയ്ക്ക് വില്ലൻ സാഗ ഡിസേർവിംഗ് ആയിരുന്നു. ആക്ച്വലി ഇറ്റ്സ് ഡിസേർവിംഗ് ഫോർ തോർഫിന്റെ ബ്രേക്ക് ഡൗണും തോർഫിന്റെ ബ്രേക്ക് ഡൗണും പിന്നെ മറ്റേ മാറ്റം മറ്റേ ഹസ്ബൻഡ് ഗായ്സ്, നിങ്ങൾ സെയിനൻ ആനിമേസ് അധികം കാണാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ഈ ഒരു ആനിമെ മാത്രം ചെക്ക്ഔട്ട് ചെയ്ത് കൊടുക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻലൈറ്റനിങ്. നമുക്ക് കുറച്ചും കൂടി ഒരു നമ്മളൊരു മൈൻഡ് ഒന്ന് മാറ്റും. പക്ഷെ നിങ്ങൾ ഒരിക്കലും ഫസ്റ്റ് സീസൺ കൊണ്ട് എക്സ്പെക്ട് ചെയ്ത് ഇതൊരു ഷോനൻ ആനിമെ അല്ല, ഇതൊരു ഷോനൻ ആനിമെ അല്ല. അതായത് അടി വെടി കുത്ത് വെട്ടി ഇതല്ല സംഭവം. ദിസ് ഇസ് എ സെയിനൻ ആനിമെ. ഇറ്റ് ഈസ് ഫോർ എ ഗ്രോൺ അപ്പ് ഓഡിയൻസ്. സോ തിങ്ക് ലൈക്ക് ദാറ്റ് ടു വാച്ച് വൈൽ വാച്ചിങ് ദിസ് ആനിമെ. സോ അതാണ് വില്ലൻ സാഗയാണ് എൻ്റെ അഭിപ്രായത്തിൽ. നിങ്ങളുടെ അഭിപ്രായത്തിൽ വില്ലൻ സാഗ ബെസ്റ്റ് ഡ്രാമ ആനിമെ ലാസ്റ്റ് ഇയർ വാസ് വില്ലൻ സാഗ. പക്ഷെ മറ്റേ കൊണ്ടായിരുന്ന ആ ഒരു അവര് ഇറക്കിയ ആൾക്കാർ വരെ കളിച്ച ഡ്രാമ കൊണ്ട് അങ്ങനെ നല്ല ഡ്രാമയ്ക്കുള്ള അവാർഡ് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. സോ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് വൺ, ബെസ്റ്റ് സ്ലൈസ് ഓഫ് ലൈഫ് ആനിമെ ബോച്ചി ദ റോക്ക്. കണ്ടിട്ടില്ല. പക്ഷെ അത് സ്ലൈസ് ഓഫ് ലൈഫിൽ കൊള്ളാമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാവാം. സ്ലൈസ് ഓഫ് ലൈഫ് ഞാൻ ആ ജോൺറെ കാണാറില്ല. ആകപ്പാട് ഒഷിനോക്കോ മാത്രം ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ള കോമിസാനാണ്. ഇതൊക്കെ കണ്ടുള്ളൂ. നമ്മൾ 3 പേരും 3 സ്ലൈസ് ഓഫ് ലൈഫ് കണ്ടിരിക്കുന്നത്. ആദിൽജി എന്ത് കണ്ടിട്ടുണ്ട്? ഞാൻ അങ്ങനത്തെ സ്റ്റാർട്ട് രണ്ട് എപ്പിസോഡ് ഫാൻ സർവീസ് ഇല്ലാതെ അവിടെ ഒന്നും പറ്റില്ല. ആനിമേസ് ഒന്നും ഡാർലിംഗ് ആയിരിക്കും. ബട്ടൺ ഡ്രസ് ഡാർലിംഗ് നൈസാ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പറയണോ? അല്ല കൊള്ളാം, നല്ല ഇതാണ്. ഇല്ലേ? അല്ല തുറന്നു പറ. ഡ്രസ് ഡാർലിംഗ് നല്ലൊരു ആനിമേ. ബിസൈഡ്സ് ഫാൻ സർവീസ് നല്ല രീതിയിൽ കഥ പോകുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഡ്രസ് ഡാർലിംഗ്? മരിച്ച എല്ലാവരും റാൻഡം ഷിനോബീസ് ആർ ഡെഡ്. വല്ലാണ്ട് ഡെഡ് ആയി പാവങ്ങൾ. പിന്നെ അതിരുന്ന് നെക്സ്റ്റ് വൺ. സോ അതിനകത്തുള്ള നോമിനീസ് വരുന്നത് ഡു ഇറ്റ് യുവർ സെൽഫ്, ഹൊരീമിയ ഉണ്ട്, ഇൻസോംനിയാക്സ് ആഫ്റ്റർ സ്കൂള്, മൈ ലവ് സ്റ്റോറി വിത്ത് യമഡാക്കുൻ അറ്റ് ലെവൽ 999, സ്കിപ്പ് ആൻഡ് ലോഫർ. സ്കിപ്പ് ആൻഡ് ലോഫർ നല്ല രീതിയിൽ ഇടയ്ക്ക് ട്രെൻഡിങ്ങിലായിരുന്നു, പക്ഷെ ഞാൻ കണ്ടില്ല. I think we can skip this category. Next. Skip this category. Slice of life is not cup of chai for us. അത്രേ ഉള്ളൂ. Best main anime character. And the award goes to Mangi D. Luffy. Okay, next phone gone. Okay. Moving on to next one. അല്ല അതിന്റെ കണ്ടന്റ് അല്ല, മൂവിങ് ഓൺ ഫ്രം നെക്സ്റ്റ് വൺ. വേറെ ബോച്ചി ഹിത്തോരി ഗൊത്തോ, ബൊച്ചി ദ റോക്ക് സീരീസിന്റെ പേര്. ബൊച്ചി ദ റോക്ക് നമ്മൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഇനിയിപ്പോ നമുക്ക് ഹിത്തോരി ഗൊത്തോയെ വിടാം. അടുത്തത് ചെയിൻസോ മാനിലെ ദെഞ്ചി. ഇറ്റ്സ് മെയിൻ ക്യാരക്ടറിന്റെ ലിസ്റ്റ്. ബെസ്റ്റ് മെയിൻ ക്യാരക്ടർ, നല്ല റോൾ മോഡലാക്കാൻ പറ്റിയ ക്യാരക്ടർ. റോൾ മോഡലാണ്. നമുക്കൊരു എയിം ഉണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ നമുക്ക് ഒരിക്കലും അത് കിട്ടിയിരിക്കും. കിട്ടുമോ? അതാണ് കിട്ടുമോ ഇല്ലയോ? അതാണ് കഥ. കിട്ടും ഗൈസ്, കിട്ടും. കിട്ടിയാൽ എന്ത് ചെയ്യും? ഇനി വേറെ അടുത്ത ആള് ട്രാക്ക് മാറ്റി. അടുത്ത എരൻ ഈഗർ. We are not in the side of Eren Yeager. ഹിറ്റ്ലർ. ഓസ്ട്രിയൻ പെയിന്ററിനെ പറ്റി നമ്മൾ ഇവിടെ പരാമർശിക്കുന്നതല്ല. നെക്സ്റ്റ്. അടുത്തത് മോബ് ഷിഗിയോ കഗയാമ. മോബ് സൈക്കോ നല്ലൊരു ക്യാരക്ടറാണ്. എനിക്ക് ലുഫിയേക്കാൾ കൊടുക്കാൻ പറ്റിയ ഒരാളെ തോന്നി. ഞാൻ വൺ പീസ് ഫാനാണ്. മോബ് സൈക്കോ എന്ന് പറഞ്ഞ ക്യാരക്ടർ ലുഫിയേക്കാൾ എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം ലൈക്ക് സൈക്കോ
ഞാൻ ഏറെക്കുറെ എല്ലാവരുടെ പേരും തെറ്റിച്ചോ, ഞാൻ നിങ്ങളെ പേരെ മറന്നു. ഇവന്റെ പേര് ആ, അപ്പൊ മോബി അവന്റെ ക്യാരക്ടർ ഡെവലപ്മെന്റും മറ്റു കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് തന്നെ ഒരു പവർ ഉണ്ട്, അത് കാരണം ഒരു ഇതുമില്ല, വികാരം. പക്ഷെ അവനെ മാനിപ്പുലേറ്റ് ചെയ്തല്ലേ ബാക്കിയുള്ളവർ ഇരിക്കുന്നത്. അവനെ അറിഞ്ഞല്ലേ മറ്റവൻ ജീവിക്കുന്നത് തന്നെ. അവന്റെ ക്യാരക്ടർ മാറുന്നുണ്ട്. പക്ഷെ അവൻ അതിനു വേണ്ടി പയ്യെ പയ്യെ മാറി മാറി വരും. നമ്മളാണ് അതിനുള്ള ഇടയ്ക്ക് ഒരു തോന്നൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സ്ട്രോങ് ആണ് കേട്ടോ. അതിലുണ്ട് ഇതില്, അതിന്റെ ഇതില് ടാക്സിൽ കിടപ്പുണ്ട്. പക്ഷെ ഷോണനാണ് നെക്സ്റ്റ് പവർ. ഇത് ഫാന്റസി ആനിമേ അത്. സോ അടുത്തത് മങ്കി ഡി ലൂഫി തോർഫിനും ഇതെല്ലാം കണ്ടന്റേഴ്സ് ആണ്. പക്ഷെ വെൻ കമ്പയറിംഗ് വിത്ത് മങ്കി ഡി ലൂഫി ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് ലീഗ് ഓൺ ഈസ് ഓൺ. സോ സമ്മതിക്കാം. അടുത്തതാണ് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ക്യാരക്ടർ ഈസ് കക്കാഷി ഹതാക്കെ ഫ്രം ജുജുത്സു കൈസൻ. ആൻഡ് ദ നോമിനീസ് ആർ സുഗുരു ഗെത്തോ, കക്കാഷി ഹതാക്കെ, പവർ ഫ്രം ചെയിൻസോ മാൻ, ഇറ്റ്സ് എ ഗുഡ് കണ്ടന്റർ. കന അരിമ ഒഷിനോക്കോ, കന അരിമ ഇസ് ഗുഡ്. ഹാങ്കേസോ ഫ്രം ലേവ്യ അക്രമാൻ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു ലെവി അക്രമാൻ ഉണ്ട്. പക്ഷെ ലെവി അക്രമാൻ ഈ കഴിഞ്ഞ വർഷം ഇറങ്ങിയ എപ്പിസോഡുകൾ നമ്മൾ നോക്കണം. അതിലുണ്ടല്ലോ അല്ല അത് കക്കാഷി ഹതാക്കെ വെച്ച് നോക്കുമ്പോ എന്തുവാ കാർട്ടിൽ തൂക്കി ഇട്ടേക്കുക. കാർട്ടിൽ തൂക്കിട്ട് അണ്ണാ മറ്റേ അധികം പൊങ്ങാൻ വേണ്ടി എത്ര നേരത്തെ. അടുത്തത് അരത്താക്ക. ഇത് റെയ്ഗൻ. ഇതിനകത്ത് നല്ലൊരു അടിപൊളി മുത്താണ് റെയ്ഗൻ. റെയ്ഗനാണ് മുത്ത് സത്യം പറഞ്ഞ. പക്ഷെ ഇത് മോബ്സൈക്കോ 103 മാത്രം എടുക്കുന്നത്. മാത്രം എടുക്കുമ്പോഴാണ്. പക്ഷെ റെയ്ഗന്റെ പവർ ഇല്ല. റെയ്ഗന്റെ പവർ റെയ്ഗൻ ഏറ്റവും കിടിലം സീസൺ 2-ലാണ്. മറ്റേ ഏറ്റവും നല്ലത് സീസൺ 1-ലാണ്. സീസൺ 3 മാത്രം എടുത്തിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത്. സീസൺ 2-ലാണ് ലവ് മാരേജ് പവർ ഇന്നാ എടുത്തോ. അങ്ങനല്ല, ഫസ്റ്റില് അങ്ങാണ്ടാണ് സ്കാർ. അല്ല സീസൺ 2-ലാണ്. സീസൺ 2-ലല്ലേ മറ്റേ വേറൊരാൾ വന്ന് ഫൈറ്റ് ചെയ്യണു, ലീഡർ. അത് വേറെ. ഒരു ദിവസം അത് സീസൺ 2-ന്റെ ലാസ്റ്റാ. ചെക്കന് ചെറിയ ഗ്ലിച്ച് ആയതാണ്. മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് വൺ. പൊളിച്ചെടുത്ത ട്രാക്ക് മാറ്റി. പക്ഷെ പവറിന് കൊടുക്കായിരുന്നു. അല്ല മസ്റ്റ് പ്രൊട്ടക്ട് അറ്റ് ഓൾ കോസ്റ്റ് ക്യാരക്ടർ. മസ്റ്റ് പ്രൊട്ടക്ട് ഓൾ കോസ്റ്റ് ക്യാരക്ടർ. അത് അന്യ ഫോർജർ അത് കൊടുത്തേ പറ്റത്തുള്ളൂ. പിന്നുള്ളത് ഇതിനകത്തുള്ളതിനകത്ത് ഞാൻ കണ്ടതിനകത്ത് ഒരു നല്ലൊരു സ്ട്രോങ് കണ്ടന്റർ ആയിട്ട് എനിക്ക് തോന്നിയത് പോച്ചിത്ത ചെയിൻസോ മാൻ. പക്ഷേ നമുക്ക് ഈ ഒരു ആന്യ ഫോർജറിന്റെ ആ ഒരു ഇത് തോന്നത്തില്ല. എനിക്ക് സാഷ ബ്ലോസ് ലൈക്ക് സേവ് ചെയ്യേണ്ട ക്യാരക്ടർ ആയിരുന്നു. അടുത്തത് അതിനകത്ത് എനിക്ക് ഉറപ്പുണ്ട് ഈ ബാക്കിയുള്ള ക്യാരക്ടറൊന്നും ബാക്കിയുള്ള ആനിമയൊന്നും നമ്മൾ കണ്ടിട്ടില്ല. സോ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് വൺ. കാരണം സുലേത്ത മെർക്കുറി, ബോജി, മിരി ഉനാസാക്ക, ഹിത്തോരി ഗൊത്തോ. അതുകൊണ്ട് ഇവരൊന്നും നമുക്ക് അറിയാത്തതുകൊണ്ട് മൂവിങ് ഓൺ ടു നെക്സ്റ്റ് വൺ. ബെസ്റ്റ് ആനിമെ സോങ് ആൻഡ് ഇറ്റ് ഈസ് ഒഷിനോക്കോ. സുസുമയ്ക്ക് കിട്ടാത്തതിന് എനിക്ക് ചെറിയ വിഷമമുണ്ട്. എന്നാലും ഇതിലുണ്ട്. സുസുമയ്ക്ക് കൊടുത്തില്ല. ബെസ്റ്റ് സ്കോർ എന്റെ അഭിപ്രായത്തിൽ സുസുമയായിരിക്കണം കിട്ടേണ്ടിരുന്നത്. പക്ഷെ ഒഷിനോക്കോ നല്ല അതിനകത്ത് അവന്മാര് നല്ല രീതിയിൽ ആളിനെ വെച്ച് ചെയ്യിപ്പിച്ചാണ്. മ്യൂസിക് ആനിമേ ആയതുകൊണ്ട് മ്യൂസിക് ആയിട്ട് ചെയ്തതാണെങ്കിൽ മ്യൂസിക് ആയിട്ട് ചെയ്തെന്ന് മാത്രമല്ല അതിന് നല്ല ആൾക്കാരെ വെച്ച് ചെയ്യിപ്പിച്ച സാധനം. അത് എന്ന് വെച്ചാല് മ്യൂസിക് ആനിമയാണ്. ഇതിനകത്ത് ഒരുപാട് പേരുടെ കഥ പറയുന്നതും ഈ പറഞ്ഞ ആൾക്കാരുടെ കഥയൊക്കെയാണ് ഈ പറയുന്നത്. സോ അതുകൊണ്ട് നല്ല രീതിയിൽ ശരിക്കും ഒരാളെ ബേസ് ചെയ്തിട്ടാണോ ഈ കഥ? ഒരാളെ അല്ല, ഒരുപാട് പേര്. അതൊരു കമ്മ്യൂണിറ്റി ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. പോപ്പ് സ്റ്റാർസ് എന്ന് കാണുന്നത് മറ്റേ ഇത് മാത്രമേ ഉള്ളൂ. ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഈസ് നോട്ട് ഗോൾഡ് എന്ന് പറയുന്ന പോലെ ഈ കൊറിയൻ പോപ്പ് സ്റ്റാർസിന് അവർക്ക് മറ്റേ റിലേഷൻഷിപ്പ് പാടില്ല. അവർ മറ്റേ പോണ ഹോട്ടൽ റൂം വിട്ട് വെളിയിൽ പോകാൻ പറ്റൂല. മറ്റേ ഫാമിലി ആയിട്ട് പോലും ഇല്ല. മറ്റേ 16 വയസ്സാകുമ്പം പോയി ഒരു കോൺട്രാക്ടറിനെ കിട്ടി വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ഒപ്പിട്ടാൻ കൊടുക്കും ജീവിതം മൊത്തം. ഈ കോൺട്രാക്ടർ ഇവന്മാർ മറ്റേ BTS ഒക്കെ പൈസ ഉണ്ടാക്കണം.
BTS മറ്റേ പൈസ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും അവന്മാർക്ക് പോണില്ല. എല്ലാം ഇവന്മാരെ അടുത്തേക്കാണ് ആ കോൺട്രാക്ട് കമ്പനിക്കാണ് പോകുന്നത്. ലുക്കിസം കണ്ടിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ ലുക്കിസം? ഞാൻ കേട്ടിട്ടുണ്ട്. ലുക്കിസം മാൻവയ്ക്കകത്ത് ഇത് കണക്ക് കോൺട്രാക്ട് സൈൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയുന്നത് ഇത്ര 5 വർഷത്തേക്ക് ഇത്ര എന്നാന്ന് ഇങ്ങനെ പറയും. അപ്പോഴത്തേക്ക് ഇവ ഇങ്ങനെ കണക്കൂട്ടി എടുക്കുമ്പോഴത്തേക്ക് അതിനകത്തൊന്നും ഇല്ല. മാസാമാസം ചെറിയൊരു തുക മാത്രമേ ഉള്ളൂ. പിന്നെ കാണുമ്പോൾ പുറത്ത് പോകുമ്പോൾ പളവള മിന്നുന്ന ഡ്രസ്സും കാര്യങ്ങളും. പിന്നെ ഇതിനകത്ത് റിലേഷൻഷിപ്പുമായിട്ട് വരുമ്പോൾ ഉള്ള പ്രശ്നങ്ങളും അതൊക്കെയാണ് ഈ പറഞ്ഞ. ഇതിനകത്ത് അത് കാണണം, ആനിമെ കാണണം. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കുറെ മരിച്ചിട്ടുണ്ട്. ലൈക് പോപ്പ് സ്റ്റാർസ് സൂയിസൈഡ് ചെയ്ത് തലയിറങ്ങി വീഴലും മറ്റേ സ്റ്റേജിൽ വെച്ച് തലയിറങ്ങി വീഴലും അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് ഐഡൽ എന്ന് പറഞ്ഞ ഒരു പാട്ട് തന്നെ, ഹിയോസബി ഐഡൽ. പിന്നെ ഉള്ളത് അതിന്റെ ഓപ്പണിംഗ് സോങ് ചെയിൻസോ മാൻ്റെ, അത്യാവശ്യം നല്ല സാധനമായിരുന്നു. കിക്ക് ബാക്ക് കെൻഷി യോൺസിയുടെ അതും കിടുന്ന സാധനമായിരുന്നു. പിന്നെ ഉള്ളത് ബോച്ചി ദ റോക്ക്, കണ്ടിട്ടില്ല, വിട്ടേക്കുവാ. സുസുമയുടെ സ്റ്റാർട്ടിങ് അത് ആ സോങ് ആടെ എന്തെന്നൊക്കെ പറയാൻ ഞാൻ കറങ്ങി തിരിച്ച് സുസുമ ഒന്ന് ഇന്ന് ആദ്യമേ പറഞ്ഞത് സുസുമ വാസ് ദ ബെസ്റ്റ് സോങ് ഓഫ് ദി ഇയർ, സംശയമൊന്നുമില്ല. ജുജുത്സു കൈസൻ സീസൺ 2 സോങ് വേറെ ഓർ ബ്ലൂവീസ്, മറ്റേതല്ല കിട്ടിയത്. മറ്റേനല്ല കിട്ടിയത്. ഹെൽസ് പാരഡൈസ് വർക്ക് റിങ്കോഷിന. അത് വർക്ക് ഞാൻ അത് ശ്രദ്ധിച്ചിട്ടില്ല, അത് സ്കിപ്പ് ഇടായിരുന്നു അതൊക്കെ. അടുത്തത് ബെസ്റ്റ് സ്കോർ സീസൺ 2 ഇറങ്ങുന്നതിന് മുമ്പ് അത് 2024 ലിസ്റ്റ് ഇട്ടില്ല അവരുടെ. എങ്കിൽ മാഷിൽ തന്നെ കിട്ടിയാണ് ഓപ്പണിംഗ്. അടുത്തത് അത് ഓപ്പണിംഗ് സോങ് ആണോ വെറും സോങ് ആണോ? ഇത് വെറും സോങ്, ആനിമേ സോങ്, ബെസ്റ്റ് സോങ്. അടുത്ത സ്കോറാണ് നമ്മൾ നോക്കുന്ന സാധനം. പക്ഷെ അത് OST കൊടുത്തേക്കുന്നത് പക്ഷെ അറ്റം കൊണ്ടായിട്ടാണ് വെറുതെ ആയിരിക്കണമല്ലോ. കണ്ടന്റേഴ്സ് ഇല്ല. വൺ പീസ് നല്ലായിരുന്നു, ഓപ്പണിംഗ് സോങ് നല്ലായിരുന്നു. സുസുമയ്ക്ക് കൊടുത്തില്ല, ഒഷിനോക്കോയ്ക്ക് കൊടുത്തില്ല, ഡീമൺ സ്ലെയറിന് കൊടുത്തില്ല, ചെയിൻസോ മാന് കൊടുത്തില്ല ബെസ്റ്റ് സ്കോർ. ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല, എനിക്കിപ്പോ മനസ്സിൽ വരുന്നില്ല സത്യം പറഞ്ഞാൽ. അത് കണ്ടായിട്ടൊന്നും ഓൾറെഡി ഉള്ളത് തന്നെ, അത് ഉള്ളതിന് റീമിക്സ് അടിക്കാതെ അവന്മാർ അതങ്ങ് തന്നൂടായിരുന്നു അവന്മാർക്ക്. സത്യം. ബ്ലീച്ചില് അവന്മാര് എന്തിനാ അവിടെ റീമിക്സ് അടിക്കാൻ പോയത്? അവന്മാരുടെ ഒറിജിനലുള്ള നല്ല കിടിലൻ സ്റ്റഫ് അവന്മാരുടെ ഒരൊറ്റ OST അവര് ചെയ്തിട്ടുള്ളൂ. അത് സ്ക്വാഡ് സീറോയും ഷുഡ് സ്റ്റാഫിലുമായിട്ടുള്ള ആ സമയത്തൊരു ഓഡിയോ ഉണ്ട്. അത് നല്ലൊരു ഓഡിയോ ആയിരുന്നു. പക്ഷെ OST ബ്ലീച്ച് കാണുന്നതേ OST കാണാനാണ്. ആ ഒരു OST ഫൈറ്റിനും മാത്രം. കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ അല്ലായിരുന്നല്ലോ പറഞ്ഞേ. ബെസ്റ്റ് ആനിമേ ഓപ്പണിംഗ് സീക്വൻസ് അല്ല, ഓപ്പണിംഗ് അല്ല വേറെ ബ്ലൂസിനെ ഓപ്പണിംഗ് എനിക്ക് മറ്റേതായിരുന്നു, സ്പെഷ്യലായിരുന്നു. സ്പെഷ്യൽസ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അത് ഹിറ്റായത് ഇവ കരയാൻ നേരത്ത് ഈ പാട്ടിട്ടപ്പോഴാണ്. ആ ഒരു സങ്കടത്തിന്റെ സീൻ വേണം ഒരു കുതിരപ്പവൻ. നെക്സ്റ്റ് അതില് കൊടുത്തിരിക്കുന്നത് വേറെ ഒന്നും എനിക്ക് അല്ല, കോണ്ടന്റേഴ്സിന് ഒന്നും എനിക്ക് അത്ര അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു കോണ്ടന്റേഴ്സിനെ ഇതിനകത്ത് കിട്ടുന്നില്ല. ഹെവൻലി ഡെലൂഷൻ, ചെയിൻസോ മാൻ, സോം 100, ജുജുത്സു കൈസൻ സീസൺ 2, ഹെൽസ് പാരഡൈസ്, ഒഷിനോക്കോ. വർക്ക് നല്ലതാണ്. എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. കണ്ടോണ്ടിരിക്കാം. ഇത് ബോറിംഗ് ആണ്. ഇത് ഈ കോപ്പ കാണിച്ചിട്ട് പിന്നെ കാണിക്കുന്ന മൊത്തം ചത്ത് വീഴുന്നതാണ് മൊത്തം കാണിക്കുന്നത്. ഇതൊക്കെ ചാവുന്ന കാണിക്കുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു സ്റ്റോറിയുടെ മൂവ്മെന്റിൽ ഒന്നും ഇല്ലാതെ അങ്ങ് ആയിപ്പോ നിൽക്കുകയാണ് ഒരിടത്തുനിന്ന് ഇങ്ങനെ സ്റ്റക്കായി പോകുന്നത്. അതാണ് ആവശ്യമില്ലായിരുന്നു. നല്ല ക്യാരക്ടേഴ്സ്. എൻഡിങ് സീക്വൻസ് ബെസ്റ്റ്. അതും ജുജുത്സു കൈസനാണ്. ഞങ്ങളൊക്കെ നല്ല എല്ലാരും മിക്കവാറും ഒക്കെ അത് സ്കിപ്പ് ആയിരിക്കും. സോ അതുകൊണ്ട് അതിനെ കുറിച്ച് സംസാരിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും കൊടുത്തിരിക്കുന്നത് ജുജുത്സു കൈസനാണ്. ബെസ്റ്റ് ആനിമെ വോയിസ് ആർട്ടിസ്റ്റ് പെർഫോമൻസ് കക്കാഷി ഹത്താക്കെ ഫ്രം ജുജുത്സു കൈസൻ അഗൈൻ.
പക്ഷെ എനിക്ക് നനാമി പക്ഷെ പറയുന്നെങ്കിൽ നമുക്ക് ബ്രൂണോ ബുച്ചറാട്ടി എന്ന് പറയാം. ഞാൻ പറയുന്ന ഒറ്റ ആളിനെ ഉള്ളു, നാനമി. ആ ആ ചെയ്ത് വെച്ചിട്ട് ഈ കെഞ്ചിറോ സുഡ ചെയ്ത് വെച്ചിട്ട് പോയ സാധനത്തിന്റെ 7 അയലത്ത് വരത്തില്ല ഇവിടെ കക്കാശി അത്താക്കയുടെ സാധനം. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ കേട്ടോ. കെഞ്ചിറോ സുധ. ബാക്കിയുള്ള കണ്ടന്റേഴ്സ് പറ. കണ്ടന്റർ വരുന്നത് ഒന്ന് നോ എറണീകർ, അത് യൂക്കി കാച്ചി ഉണ്ട്. യൂക്കി കാച്ചി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഇമോഷൻ പിടിച്ച് പുള്ളിക്കാരൻ ചെയ്തു പോയിട്ടുണ്ട്. മിക്കാസയുടെ വോയിസ് പിന്നെ ബോച്ചി അറിഞ്ഞൂടാ കാരണമെല്ലാം. അടുത്തത് മയൂമി തനാക്ക, മങ്കിടി രൂപി. സത്യം പറഞ്ഞാൽ ഡിസേർവിംഗ് ആയിരുന്നു. കാരണം ആ ഗിയർ 5-നകത്ത് പുള്ളിക്കാരിയുടെ വോയിസ്, പുള്ളിക്കാരി മാക്സിമം ആ സാധനം ചെയ്തിട്ടുണ്ട്. ആ വോയിസ് ഒക്കെ അങ്ങ് മാറിയിട്ട് ഒരു പുതിയ വോയിസിൽ നമ്മള് മയൂമി തനാക്കയുടെ വോയിസ് ചെയ്തത്. ഈ കഴിഞ്ഞ 24 വർഷമായിട്ട് ആ ഒരു വോയിസ് പിടിച്ചവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അവര് പെട്ടെന്ന് ആ ഒരു ഇൻസാനിറ്റിയില് പുതിയ സാധനം ഇറക്കിയാണ്. അതും ആ ഒരു മീറ്റർ പിടിച്ചാ ചെയ്തു വന്നത്. അത് കേൾക്കുമ്പോഴത്തേക്കും ഇല്ല ഒരുമാതിരി നമ്മളേതാ മണിയുടെ ഒക്കെ ഇങ്ങനെ ആ ഒരു രീതി ഇങ്ങനെ കിട്ടുമായിരുന്നു. ഉദ്ദേശിക്കണ എന്താന്ന് വെച്ചാ ഇവൻ മറ്റേ ഇത് തോജി കൊന്നതിന് ശേഷം വന്നിട്ട് കിടന്ന് വിളിക്കൂലേ, അതിന് വേണ്ടിട്ടായിരിക്കും കൊടുത്തത്. നിലവിളിക്കാണെങ്കിൽ അതിൽ ആർക്കൊക്കെ കൊടുക്കാം. നിലവിളിക്കാണെങ്കിൽ ഞാൻ തന്നെ ആർക്കൊക്കെ കൊടുക്കാം. നിലവിളിക്കാണെങ്കിൽ ആദ്യം കൊടുക്കാനുള്ള സത്യം എന്റെ അഭിപ്രായത്തില് നമ്മുടെ അല്ലല്ല ഇതിനകത്തുള്ള ഇതാ ഡീമൻ സ്ലെയറില് ഇവന് അല്ലല്ല നമ്മളെ മെയിൻ താഞ്ചിരോടെ വോയിസ് ആക്ടറിന് കൊടുക്കണം. പുള്ളിക്കാരനെ നിലവിളി എന്നൊക്കെ പറയുന്നത് നമ്മളെ വരെ ചങ്ക് കയറുന്നു. അമ്മാര് നിലവിളിയാ വിളിക്കുന്നത്, അറിയോ? സമ്മതിച്ചു. നല്ല നിലവിളിയാണ് തുടർന്ന്. ആ ആനിമ കണ്ടോണ്ടിരുന്നിട്ട് ഇടയ്ക്ക് വെച്ച് ഹെഡ്സെറ്റ് ഒക്കെ ഊരി കയറുന്നുണ്ട്. ഒറ്റ അലർച്ച ഉണ്ട്, മറ്റേ ചുമ്മാ ഒരു അലർച്ച പുല്ല് ചെവി അടിച്ചു പോയി ആ സാധനം. അടുത്തത് ആനിയ ഫോർജർ. സംഭവം നമ്മള് വിചാരിക്കൂല ആന്യ ഫോർജറിന് വോയിസ് കൊടുത്ത അതേ ആക്ട്രസ് ആണ് ഈ MH സ്നൈപ്പറിന്റെ ഇപ്പൊ വന്ന ഈ ഇടയ്ക്ക് രണ്ടും ഡിഫറെന്റ്. അവർക്ക് അത്യാവശ്യം പ്രായവും ഉണ്ട് അവർക്ക്. പക്ഷെ എന്നാലും ഒരു കൊച്ചിന്റെ വോയിസും ഇത്രയും മെച്യൂർ വുമൺ അല്ല. ഇത് ലീസ്റ്റ് ഡിസേർവിംഗ് ക്യാരക്ടറാണ് എന്റെ അഭിപ്രായത്തിൽ സത്തോറോ ഗോജോ. ലീസ്റ്റ് ഡിസേർവിംഗ്. കാരണം നല്ല വോയിസ് ആക്ടറാണ് അല്ലെന്നല്ല, പക്ഷെ ഈ ക്യാരക്ടറിന് കഴിഞ്ഞ വർഷത്തിന് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം സ്പൈ എക്സ് ഫാമിലിയിൽ അച്ചുമി തനിസാക്കി കിടപ്പുണ്ട്. അതേപോലെ തന്നെ ദെഞ്ചിയുടേത് കിടപ്പുണ്ട്. ദെഞ്ചിയുടെ കിക്കുനോസ്കെ തോയ. ഞാൻ എനിക്ക് പുള്ളിക്കാരന്റെ പേര് എനിക്ക് വലിയ, പക്ഷേ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കമ്പയറിംഗ് വിത്ത് അതർ കോണ്ടന്റേഴ്സ് നോമിനീസ് മയൂമി തനാക്ക കിടക്കുന്നു. തോർഫിൻ ഇല്ല. തോർഫിന് കഴിഞ്ഞ വർഷത്തെ ഇതിനകത്ത് അങ്ങനെ ഒരു നോമിനേറ്റ് കൊടുത്തിട്ടുണ്ട്. അല്ല വോയിസ് ഉണ്ട്, ലൈക്ക് അവനെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നത്. ലൈക്ക് ഞാൻ അത് അത്രയ്ക്ക് പക്ഷേ മങ്കിയുടെ ലുഫി ആ ഒരു ആലോചിച്ച് നോക്കാം. ആ ഒരു ഗിയർ 5-ന്റെ സമയത്ത് ആ മയൂമി തനാക്കയുടെ വോയിസ് ഇല്ലായിരുന്നെങ്കിൽ അത് എന്താവും, ആ ഒരു ഇതിന് ഒരു ഇമ്പാക്ട് ഇല്ലാത്തൊരു സീനായി പോകുന്നത്. സാധാ ചിരിക്കണ ഒരു ക്യാരക്ടർ ലുഫി, അതിന്റെ പറയുമ്പോഴത്തേക്ക് ആ ഒരു സാധനം ഉണ്ട്. എന്റെ പൊന്നെ സന്തോഷം. അവന് പോലും വിശ്വാസമാവുന്നില്ല ഇത് ഞാനാണ് എന്നുള്ളത്. അങ്ങനത്തെ രീതിയിലാണ് അഭിനയിക്കുന്നത്. അടുത്തത് യുക്കി കാജി, എറൻഗീകറിനും കൊടുക്കാൻ ഇതിനകത്ത് ഏറ്റവും ലീസ്റ്റ് ഡിസർവിംഗ് ഡെഫിനറ്റ്ലി. അല്ല എറനിയ ഏത് പാർട്ടാണ്? അത്ര ഡയലോഗ്സ് ഇല്ല, പക്ഷെ ഉള്ളതിനകത്ത് കൺവിൻസ് ചെയ്യാനുള്ള സംസാരം, ഇമോഷൻസ് നല്ല രീതിയിൽ കൺവേ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ ഇപ്പൊ ഈ അല്ലറി വിളിക്കുന്നതും ഭയങ്കര എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആ ഒരു വോയിസ് മാത്രമല്ലല്ല, ഈ ചെറിയ നുവാൻസസും ചെറിയ വോയിസ് ആക്ടിങ് ഇമോഷൻസ് കൺവേ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ ഒരു വോയിസ് ആക്ടിങ് എന്ന് പറയുമ്പോൾ. അതുകൊണ്ടാണ് എനിക്ക് പറഞ്ഞ ഈ ഒരു ഗാനം ഇഷ്ടം. പിന്നെ നിങ്ങൾക്ക് ആരെങ്കിലും ഈ കെഞ്ചിറോ സുഡ ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി 91 Days എന്ന് പറഞ്ഞ ആനിമ കണ്ടു നോക്കണം കേട്ടോ. 91 Daysലാണ് ആ ഒരു മേഴ്സണറി ആയിട്ട് പറഞ്ഞു. ആ വോയിസ് കാണും ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ അടിച്ചു വിടുക. അതല്ല ഒരു മിനിറ്റ്, മേഴ്സണറി ആയിട്ട് പറഞ്ഞിരുന്നുണ്ടല്ലോ ഒരു മെസ്സേജ്. ഇതിനകത്ത് ഗ്യാങ്സ്റ്റർ ഡംബായിട്ടുള്ള ഒരു കൊച്ചില്ലേ, സംസാരിക്കാൻ പറ്റാത്ത മ്യൂട്ട് കൊച്ചിന്റെ അടുത്ത് സംസാരിക്കുന്ന ഒരു അറിയത്തില്ലടോ. അതിൽ ഇതേ ഗ്യാങ്സ്റ്റർ ഇത് ഗ്യാങ്സ്റ്റർ ആണ് ഒരു ക്യാരക്ടർ. പിന്നെ ബെസ്റ്റ് ഇതിപ്പോ തീരും. പിന്നെ ഇംഗ്ലീഷ് വോയിസ് ആർട്ടിസ്റ്റ് പെർഫോമൻസ് ആണ്. അത് ഞാൻ അത് സ്കിപ്പ് ചെയ്യാണ്. സോറി. ഓൺലി
സബ് നോ ഡബ്. നോഡം. പിന്നെ കസ്റ്റലിയൻ, സ്പാനിഷ്, ലാറ്റിൻ സ്പാനിഷ്, ബ്രസീലിയൻ, പോർച്ചുഗീസ്, ജർമ്മൻ, ഇറ്റാലിയൻ, അറബിക്, ഗെറ്റ് ഗുഡ്. ഫ്രഞ്ച്. ഓക്കെ ഗൈസ്, വി ഹാവ് റീച്ച്ഡ് ദ എൻഡ്. ഓക്കെ, അപ്പം നമ്മുടെ എന്താ പറയാ, നമുക്കൊന്നൊരു ജസ്റ്റ് ഒന്ന് പറയാം എന്തിന് JJK എത്ര അനാവശ്യമായിട്ട് അവാർഡ്. JJK വോട്ടിംഗ് സംഭവമാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഫാൻ ഗേൾസിന്റെ അതിക്രമം കാരണമായിരിക്കണം JJK ഇത്രയും ഇങ്ങനെ അവാർഡ് കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ല, ഈ സത്തോറു എന്ന് പറഞ്ഞതിനാണോ ഇതുവർക്ക് ഇത്ര സാധനം കൊടുത്ത്? ഇവനല്ലേ പറയുന്നത്? അല്ല, ഗെത്തോ മറ്റേ പറയുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പം ഞങ്ങളുടെ എന്താ പറയാ റിയാക്ഷൻ, അഭിപ്രായം ക്രഞ്ചി റോളിനോടുള്ളത് ഇതാണ്. JJK ഈസ് നോട്ട് ദ ബെസ്റ്റ് ആനിമെ എവർ. JJK ഈസ് നോട്ട് ദ ബെസ്റ്റ് ആനിമെ ലാസ്റ്റ് ഇയർ ആൾസോ. ഓക്കെ, ഇറ്റ്സ് ഗുഡ് ബട്ട് നോട്ട് വാച്ചബിൾ. But the awards it is not deserving. സത്യം. It's a good anime. നല്ല ആനിമയാണ്, നല്ല അനിമേഷൻ ഉണ്ട്, നല്ല സ്റ്റോറി ഉണ്ട്, എല്ലാം അവിടെ അതിലും നല്ല അനിമേഷൻ വേറെ ഉണ്ട്, നല്ല കോണ്ടന്റേഴ്സ് വേറെ ഉണ്ട്. ഉള്ളപ്പോൾ കണ്ടന്റേഴ്സ് ഉള്ളപ്പോ ഇതിന് ഇല്ല. പിന്നെന്ന് പറയുമ്പോഴത്തേക്കും ആനിമേഷന്റെ കാര്യം പറയുകയാണെങ്കിൽ പോലും ഒരു ക്യാരക്ടറിന് അവർ പറയുന്ന സമയത്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇരിക്കുന്ന ക്യാരക്ടേഴ്സിനോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസിനോ ഒന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഇതങ്ങ് തീർത്ത് വിടുകയാണ് ഈ പറഞ്ഞ കഴിഞ്ഞ സീസൺ ചെയ്തേക്കുന്നത്. കുറ്റം പറയാൻ പറ്റൂല, കാരണം വീട്ടിൽ പോണോടെ. പക്ഷെ കുറ്റം പറയാൻ പറ്റും, കാരണം വി ആർ ജസ്റ്റ് വാച്ചേഴ്സ്. നമ്മളിതാ അല്ല, നമ്മൾ കാണുന്നവരാണ് ചെയ്യുന്നത്. ജാപ്പനീസ് വർക്ക് കൾച്ചർ ഈസ് ദ വേർസ്റ്റ് ഇൻ ദ വേൾഡ്. ഇവിടുന്ന് കയറി പോകുന്ന എല്ലാവരും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ജപ്പാൻ നിങ്ങൾ ജപ്പാനീസ് നിങ്ങൾ അവിടെ 8 മണിക്കൂർ ജോലിയും അല്ലല്ല നില 8 മണിക്കൂർ ജോലി കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ മറ്റേ ഇവരെയും കൊണ്ടുപോയിട്ട് അടിയും പ്രശ്നം ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല. 12 മണിക്കൂർ യൂണിയൻകാരെ കൊണ്ട് അടിയും പ്രശ്നം ഉണ്ടാക്കാൻ പറ്റൂല. 12 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 12 മണിക്കൂർ അനങ്ങിയ അവന്മാർ അവിടെ പിടിച്ചിരുത്തും. കൾച്ചർ അവിടുത്തെ വർക്ക് കൾച്ചറിലേക്ക് 12-14 മണിക്കൂറൊക്കെ. പിന്നെ അവിടുത്തെ ശമ്പളം ആൾക്കാർ പലരും ഇങ്ങനെ എടുത്ത് ഇത്ര ശമ്പളം കിട്ടുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആ പേഴ്സണലി അറിയാവുന്നതുകൊണ്ട് പറയാണ്, അവിടെ ശമ്പളം കിട്ടിക്കഴിഞ്ഞാലും അതിനനുസരിച്ച് ടാക്സും കാര്യങ്ങളും അവിടുത്തെ ചെലവും എല്ലാം അതിനനുസരിച്ച് കൂടുതലാണ്. വെരി കോസ്റ്റ്ലി. ടോക്കിയോ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് കോസ്റ്റ്ലി ആയിട്ടുള്ള സിറ്റിയാണ് ടോക്കിയോ എന്ന് പറയുന്നത്. സോ ടൂറിസത്തിന് മാത്രമായിട്ട് നോക്കുകയാണെങ്കിൽ ടൂറിസം അറിയാമല്ലോ. അവന്മാര് സാക്കുറ എന്ന് പറഞ്ഞ ഒരു മരം വെച്ച് തന്നെ അവന്മാര് കുറെ ഉണ്ടാക്കുന്നുണ്ട് ഈ പറഞ്ഞതിന്. പിന്നെ ആനിമെ, മെർച്ച് കാര്യങ്ങള്, അവന്മാരെ പ്രോഡക്ട്സ്, ക്രിയേറ്റീവ് ആയിട്ട് പ്രൊഡക്റ്റ് ഇറക്കുന്ന വേറെ രാജ്യമുണ്ടോ? പിന്നെ പ്രോഡക്ട്സ് അവന്മാരുടെ സോണിയോനുള്ള സാധനങ്ങൾ ഇറക്കുന്നുണ്ട്, കാറുകള്, ബ്രാൻഡ്സ്. അപ്പൊ ഇതെല്ലാം ഇറ്റ്സ് ഗുഡ് ഫോർ ടൂറിസം. പക്ഷെ ഫോർ എ വർക്ക് കൾച്ചർ ഇറ്റ് ഈസ് നോട്ട് ഗുഡ്. പക്ഷെ എന്താണെങ്കിലും ഈ പറഞ്ഞ ജുജുത്സു കൈസന് അവർക്ക് വീട്ടിൽ പോകണമായിരുന്നു, അല്ലെങ്കിൽ അവര് അതുകൊണ്ടാണ് പെട്ടെന്ന് അടിച്ചു തീർത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് ഞങ്ങൾ അവർക്ക് കൊടുക്കാന്ന് വിചാരിക്കും. വർഷത്തിന് ശേഷമാണ് ഈ സെക്കൻഡ് സീസൺ ആകുന്നത്. അതിന്റെ കൂടെ ആണെങ്കിൽ ശരി, ഓക്കെ, നമുക്ക് അങ്ങനെ പറയാം. പക്ഷെ ഫസ്റ്റ് സീസൺ ഇറങ്ങി ഇത്രയും വർഷത്തിന് ഇത്രയും മാസങ്ങൾക്ക് ശേഷം അതിനൊന്നും ഡിസർവിംഗ് അല്ല. പക്ഷെ വേറെ ആനിമ കൊടുക്കുകയാണെങ്കിൽ കൊടുക്കും. ഏതാ കഴിഞ്ഞ വർഷത്തെ ബെസ്റ്റ് ആനിമെ ഓഫ് ദി ഇയർ? ഐ വുഡ് സേ വില്ലൻ സാഗ സീസൺ 2. വില്ലൻ സാഗയാണ്. കഴിഞ്ഞ വർഷത്താണെങ്കിൽ ഞാൻ പറയാം വൺ പീസ് ഈസ് ഓൾസോ ഡിസർവിംഗ്. കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ദ പീക്ക് ഓഫ് ദ വൺ പീസ്. എന്ന് വെച്ചാല് ഇത്രയും കാലം കാണാത്ത രീതിയിലുള്ള ഫൈറ്റുകള് അനിമയ്ക്കാണ് കിട്ടിയത്. കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ മുമ്പായിരുന്നു സൈബർ പങ്ക് എന്ന് പറഞ്ഞാൽ ആനിമേഷൻ തന്നെ ഭയങ്കര ക്വാളിറ്റി ആയിരുന്നു. അല്ല അത് 10 എപ്പിസോഡിൽ ഇത്രയും നല്ല രീതിയിൽ എടുക്കാന്ന് മറ്റേ ഉടച്ചു വിടുക എന്ന് പറഞ്ഞാൽ വലിയ ഇച്ചിരി പടച്ചു വിട്ടത് ആ സാധനം അത് കിടിലമായിരുന്നു സംഭവം. ഓക്കെ, സോ ഗൈസ്, നമ്മുടെ കണ്ട സ്ഥിതിക്ക് നിങ്ങൾ പറയുക ബെസ്റ്റ് ആനിമേ ഓഫ് ദി ഇയർ. അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ ബുദ്ധിമുട്ടി ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമന്റ്, എന്താ പറയാ, റൈറ്റിയസ് അവാർഡ് എന്ന് കമന്റ് ചെയ്യാം. നിങ്ങൾ ഇത്രയും ദൂരം എത്തിയെങ്കിൽ JJK is shit. ഓക്കെ, നമ്മൾ റൈറ്റിയസ് അവാർഡ് മാറ്റി
JJK is shit എന്ന് കമന്റ് ചെയ്ത് ഇത്രയും ദൂരം എത്തിയെന്ന് ഞങ്ങൾക്ക് ഇത് ചെയ്യാം. ഈ കമന്റിൽ ഇങ്ങനെ നമ്മൾ ഈ പറയുന്നു ഇതില് നിരന്നു വരട്ടെ. ഇതില് നോമിനേഷനിൽ ഇല്ലാത്തതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതുകൂടെ പിന്നെ കഴിഞ്ഞ വർഷം അണ്ടർ റേറ്റഡ് ആയിപ്പോയി. ഇപ്പൊ ഹെവൻലി ഡെലൂഷൻ ആണ് എന്റെ അഭിപ്രായത്തിൽ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ആനിമ. അതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും അണ്ടർ റേറ്റഡ് ആയി പോയി ഏതെങ്കിലും ആനിമ എന്ന് തോന്നിയാണെങ്കിൽ അത് പറയുക. പിന്നെ സ്ലൈസ് ഓഫ് ലൈഫ് കണ്ടവര്, സ്ലൈസ് ഓഫ് കാണുന്നവര് ഈ പറഞ്ഞ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ആനിമകൾ അതെങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി ഷെയർ ചെയ്യുക. ഓക്കെ, സോ സജസ്റ്റ് ചെയ്യാം. സോ ഓക്കെ, അപ്പം ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പം യു നോ ദ ഡ്രിൽ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ഫോളോ ഇൻസ്റ്റാഗ്രാം. ഫോളോ ഇൻസ്റ്റാഗ്രാം. വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഈസ് ആക്റ്റീവ്. ഇനിമ സ്റ്റുഡിയോസിനും ചെയ്യാം. ഇടില്ല, ഇതില്ല, ഇവിടെ ഇല്ല, ഇവിടെ ബ്ലാക്ക് സ്ക്രീനാ. ഓക്കെ, സോ താങ്ക് യു ഗൈസ്. ബൈ.